റോമക്കാർക്കെതിയ ലേഖനം 12-ാം അധ്യായം. റോമ 12-14 മുതലുള്ള തിരുവചനം വായിച്ച് കേൾക്കാം. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരുടെയും സമാധാനത്തെ വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. മാത്രമല്ല, നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. തുടങ്ങി ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ ഗ്രൂപ്പിനോട് എന്ത് സംസാരിക്കണം എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഈശോ അതിന് മറുപടി തരും. അപ്പോൾ ഈശോയോട് ചോദിച്ചു ഞാൻ, കർത്താവ് ഇന്ന് ഈ ഗ്രൂപ്പിനോട് എന്താണ് പറയേണ്ടത്? എനിക്ക് പല പല ആശയങ്ങളുണ്ട് പറയാൻ, പക്ഷേ എൻ്റെ ആശയമായിരിക്കില്ല ദൈവത്തിൻ്റെ ആശയം. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരിക്കും ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അതാണ് എപ്പോഴും നമ്മൾ അന്വേഷിക്കുക. ദൈവഹിതം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഈശോ എന്നെ ഏൽപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ദൈവസ്വരം എൻ്റെ ചെവി വന്ന് പതിക്കുകയാണ് ഈ സമൂഹത്തോട് പറയാൻ. അതെന്നോട് തന്നെ പറച്ചിൽ നമ്മുടെ എല്ലാവരും കൂടി ഈശോ പറയുകയാണ്. അത് മറ്റൊന്നല്ല, അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. ഇതാണ് അച്ഛൻ കേട്ട വാക്യം. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. എല്ലാവരും വലുതൊരു ഉയർത്തിപ്പിടിക്കുക. വലുതൊരു ഉയർത്തിപ്പിടിച്ച് ഈ റോമ 12:21 വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. മനസ്സിലായോ? അപ്പോൾ നമ്മളെല്ലാവരും തന്നെ സ്നേഹം, ശക്തമായ ദൈവസ്വര സന്ദേശമാണ് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഇതിപ്പോൾ ഓൺലൈൻ കാണുന്ന എല്ലാവരും, ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷ കാണുന്നുണ്ട് എല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ സന്ദേശം ഇതാ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തിന്മകളെയും, ചെറുതും വലുതുമായ പ്രതികൂല സാഹചര്യങ്ങൾ, തിന്മകൾ, നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ വിധത്തിലുള്ള തിന്മകളെയും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നാണ് കർത്താവ് പറയുക. നന്മ കൊണ്ട് നേരിടാൻ കർത്താവ് സന്ദേശം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ ഓരോ വചനങ്ങളാണ് നമ്മൾ വായിച്ചത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. കണ്ടോ? മനസ്സിലായോ? പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറയുകയാണ്. അങ്ങനെ നന്മ കൊണ്ട് നേരിടാൻ എൻ്റെ പറയുകയാണ്. അനുഗ്രഹിക്കുകയല്ലാതെ ഒരിക്കലും അവരെ ശപിക്കരുത് എന്ന് പറയുകയാണ്. വീണ്ടും സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോടുകൂടെ കരയുവിൻ. നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർദ്ധിക്കുവിൻ. ഔദിത്യം വെടിഞ്ഞ് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി ചെല്ലുവിൻ. ബുദ്ധിമാന്മാരാണെന്ന് ഒരിക്കലും നിങ്ങൾ നടിക്കരുത്. തിന്മയ്ക്ക് പകരം നിങ്ങൾ ഒരിക്കലും തിന്മ ചെയ്യരുത്. കണ്ടോ? ഇന്ന് കുറേ പേര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂല സാഹചര്യങ്ങളും തിന്മകളൊക്കെ വരുമ്പോൾ ചിലരൊക്കെ ബഹളം വയ്ക്കുകയാണ്, അല്ലേ? ചിലരൊന്ന് ബഹളം വയ്ക്കുക, തിക്കുന്നിരക്കും ബഹളം ഉണ്ടാക്കുക. അങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, ഒരു നന്മയും നമുക്ക് വരാൻ പോകുന്നില്ല. വേറെ ചിലർ ഹോസിയ 7:14 പറയുന്നത് പോലെ അവർ എന്നെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കി കിടന്ന് കരയുകയാണ്. ഇങ്ങനെ കിടക്കി കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കിടക്കി കിടന്ന് കരഞ്ഞിട്ടും പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല, ഒരു നന്മയും നമുക്ക് വരാനായിട്ട് പോകുന്നില്ല. വേറെ ചിലർ തിന്മയെ തിന്മ കൊണ്ട് നേടുകയാണ്. മനസ്സിലായോ? പ്രതികാരത്തെ പ്രതികാരം കൊണ്ട് നേടുകയാണ്. അടിക്ക് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആയിരിക്കുമെന്ന് ഈശോ പറയാം. നമുക്ക് ആ വചനഭാഗം വായിക്കാം. അതിന് മുമ്പ് കണ്ടോ, തിന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്യരുത്. ഏവരുടെയും ദൃഷ്ടിയിൽ എന്ത് ചെയ്യണം? ശ്രേഷ്ഠമായത് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുവിൻ. സാധിക്കുന്നിടത്തോളം എല്ലാവരും സമാധി വർദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കണ്ടോ? പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്കുള്ള മെസ്സേജാണ്. പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? നമ്മളായിട്ട് പ്രതികാരം ചെയ്യാൻ പോണ്ടെന്ന് പറയണേ. മനസ്സിലായോ? നമ്മളായിട്ട് ആരോടും ഒരു പ്രതികാരമോ ഒരു വാശി, വൈരാഗ്യം, നീരസം, പിണക്കം, പ്രതികാര ചിന്ത ഒന്നും വേണ്ട. മനസ്സ് ഫ്രീ ആയിട്ട് ഇടുക. പ്രതികാരവും അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കലും പണിഷ്മെൻറ്റും ഇതൊക്കെ ദൈവത്തിന് വിട്ടേക്കുക. നമ്മളെന്ത് ചെയ്യണം? കണ്ടോ? നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല, നിൻ്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂനകൂട്ടും. കണ്ടോ? മനസ്സിലായോ? വലുത് ഹല്ലേലൂയ. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുക.
നിന്റെ ഇതുവഴി നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും എന്ന് പറയുകയാണ്. അതാണ് ഈ വചനം തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം, സുഭാഷിതം 25-21 ആ വചനം ഇങ്ങനെയാണ് കേട്ടോ. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലിൽ കൂന കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. എല്ലാവരും വലതുകൈ ഉയർത്തിപ്പിടിക്കുക. വലതുകൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ വചനം ഒന്ന് ഏറ്റുപറയുക. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഇത് നമുക്കുള്ള ശക്തമായ സന്ദേശമാണ് കേട്ടോ. ഒരു സന്ദേശമാണ് അച്ഛൻ പറഞ്ഞത്. ഇത് വെറുതെ അതാണ് പറഞ്ഞത്, കർത്താവിൻ്റെ സന്ദേശങ്ങളാണ്. ആ സന്ദേശത്തിനനുസരിച്ചുള്ള ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ, ഇതിന് പറ്റിയ പല പല ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന്, നമുക്ക് 2 രാജാക്കന്മാർ 2-ാം പുസ്തകത്തിൽ ഞാൻ രാവിലെ അത് ചിന്തിക്കുകയായിരുന്നു, അതിനെപ്പറ്റി വായിക്കുകയായിരുന്നു. 2 രാജാക്കന്മാർ 6-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്ന ഒരു മഹാസംഭവം ഇതാണ്. ഏലീഷ പ്രവാചകനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശത്രു സൈന്യം വരികയാണ് കേട്ടോ. ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. പാളയമടിക്കേണ്ട സ്ഥലം രാജാവ് ഭൃത്യന്മാരുമായി ആലോചിച്ച് ഉറച്ചു. നീ ഇങ്ങോട്ട് കടക്കരുത്, സിറിയക്കാർ അവിടം ആക്രമിക്കാനിരിക്കുകയാണെന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനെ സന്ദേശം അറിയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു. അങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി. അവൻ ഭൃത്യന്മാരോട് ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവൻ ആരാണ്? ഭൃത്യന്മാരിൽ ഒരുവൻ പറഞ്ഞു, രാജാവേ, നമ്മുടെ ഇടയിൽ ആരുമില്ല. കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകനായ ഏലീഷ ആണ്. പോയി അവനെ കണ്ടുപിടിക്കുക. അവൻ ആജ്ഞാപിച്ചു, ഞാൻ ആളയച്ച് അവനെ കണ്ടുപിടിക്കും. അവൻ ദോദാനിലുണ്ടെന്ന് അവർ അറിയിച്ചു. രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു. അവർ രാത്രി നഗരം വളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സിറിയ രാജാവ് ഇസ്രായേലിൻ്റെ യുദ്ധത്തിന് വരികയാണ്. അപ്പോൾ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുമ്പോൾ എന്തുണ്ട്, അവൻ പാളയമടിക്കുന്ന സ്ഥലങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം നേരത്തെ തന്നെ ആര് പറഞ്ഞു കൊടുക്കുന്നു? ദൈവപുരുഷൻ. ആരാ ദൈവപുരുഷൻ പറയാമോ? ഏലീഷ പ്രവാചകൻ. ഏലീഷ പ്രവാചകൻ അത് ഇസ്രായേലിൻ്റെ രാജാവിനോട് പറയും, ഇസ്രായേൽ രാജാവേ, തനിക്കെതിരെ സിറിയ രാജാവ് യുദ്ധത്തിന് വരുന്നുണ്ട്. ഇത്ര ദിവസത്തിനുള്ള യുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അയാൾ ഇന്ന സ്ഥലത്താണ് പാളയടിക്കാൻ സാധ്യത. ഇങ്ങനെയൊക്കെ നേരത്തെ തന്നെ ദൈവപുരുഷനായ ഏലീഷ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന് മെസ്സേജ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പിരിച്വൽ ഷെയറിങ്ങിന് ചെയ്ത പോലെ ചിലപ്പോൾ മെസ്സേജ് തരും അല്ലേ. നമുക്കൊക്കെ എത്രയോ പ്രാവശ്യം എൻ്റെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ തന്നെ നമുക്ക് കാണിച്ചു തരും. ഇന്നൊരു പ്രതിസന്ധി വരുന്നുണ്ട്, ഇന്നൊരു പ്രശ്നം വരുന്നുണ്ട്, ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇതൊക്കെ നേരത്തെ തന്നെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളിലൂടെയോ അത് സ്വന്തം നമ്മൾ തന്നെ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ധ്യാനങ്ങൾ ഇന്ന സ്ഥലത്ത് അച്ഛന് ഒരു ഔസപിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കർത്താവ് അച്ഛനൊരു കൺവെൻഷൻ വരുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ കർത്താവ് നേരെ അല്ലെങ്കിൽ റാഫേൽ മാലാഖയുടെ പള്ളിയിൽ കർത്താവ് ഇത് തരുന്നുണ്ട്. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? ഞാൻ ഓർക്കുകയാണ്, ഇതൊക്കെ ഒരിക്കലൊരു സഹോദരി എന്നോട് പറഞ്ഞത്, ഔസപിതാവിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അച്ഛന് ഒരു കൺവെൻഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് പാവട്ടി കൺവെൻഷൻ. ആ സമയത്ത് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ പാവട്ടി കൺവെൻഷൻ വരികയാണ്, ഔസപിതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രം. അതുപോലെ തന്നെ വീണ്ടും കിട്ടിയൊരു സന്ദേശമായിരുന്നു, റാഫേൽ മാലാഖയുടെ പള്ളിയിൽ കർത്താവ് ഒരു കൺവെൻഷൻ തരുന്നുണ്ട്. അങ്ങനെ തൈക്കൂടം കൺവെൻഷൻ, ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായ തൈക്കൂടം കൺവെൻഷൻ റാഫേൽ മാലാഖയുടെ ഒരു വലിയൊരു പള്ളിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കർത്താവ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, വലിയ വലിയ കൺവെൻഷനുകളോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ വരാനിരിക്കുന്നത് മുൻകൂട്ടി തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങാനായിട്ട് ഈശോ പറയും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സിറിയ രാജാവ് സിറിയ രാജാവ്
ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽക്കാരെ ആക്രമിക്കുക. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുക, അടുത്ത ബുധനാഴ്ച ഇസ്രായേൽക്കാരെ ആക്രമിക്കാം, ഇന്ന സ്ഥലത്ത് പാളയമടിക്കാം, ഇങ്ങനെ അയാൾ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും ഇത് ആരറിഞ്ഞു? ഇതപ്പോഴേക്കും ഇസ്രായേൽ രാജാവ് ഇതറിഞ്ഞു. ഇയാൾ മനസ്സിൽ കരുതിയിട്ടുള്ളോ, ഇയാൾ ആരോടും പറഞ്ഞിട്ടില്ല, മനസ്സിലിങ്ങനെ കരുതിയിട്ടുള്ളോ, അല്ലെങ്കിൽ ഇയാളുടെ ആ ഗ്രൂപ്പിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രധാനപ്പെട്ട 5-6 പേരോട് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു, അടുത്ത ആഴ്ചയാണ് എന്താ നമ്മൾ ആക്രമിക്കുന്ന ദിവസം, ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഇത് ഇസ്രായേൽ രാജാവ് ഇത് അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സിറിയ രാജാവ് അവരോട് പറഞ്ഞു, ഈ ആ സൈന്യത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മുടെ ഇടയിൽ ആരോ എന്നെ ചതിക്കുന്ന ആൾക്കാർ, നമ്മളിവിടെ ഈ 100 പേരോട് 5 പേരോട് പറയുന്ന കാര്യം നമ്മുടെ ഇടയിൽ ആരോ പോയിട്ട് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നുണ്ട് എന്ന് അയാൾ പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ രാജാവേ, ഒരാളും അങ്ങേ ഒറ്റി കൊടുക്കുന്നില്ല, ഒരാളും അങ്ങേ പാരവയ്ക്കുന്നില്ല. ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ആരാന്നറിയോ? ഇസ്രായേലിൽ ഏലീഷ എന്നു പേരുള്ളൊരു പ്രവാചകനുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഏലീഷ എന്ന പ്രവാചകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾ നമ്മൾ മനസ്സിൽ കാണുന്നത് അയാൾ മാനത്ത് കാണും. രാജാവ് എന്തെങ്കിലും മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾക്കത് മനസ്സിലാവും, അയാളത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കും. അങ്ങനെയാണ് ഇസ്രായേൽ രാജാവ് എല്ലാ പ്രാവശ്യവും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ ഇസ്രായേൽ രാജാവിന് മെസ്സേജ് കൊടുക്കുന്നത് ഈ ഏലീഷ പ്രവാചകനാണ് എന്ന് ആരറിഞ്ഞു? സിറിയ രാജാവ് അറിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സിറിയ രാജാവ് എന്ത് ചെയ്തു? എന്നാൽ ശരി, അവനാണ്, അന്ന് അവനെ കൊന്നിട്ട് തന്നെ കാര്യം, ഇന്ന് അവൻ്റെ കഥ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സിറിയ എല്ലാ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട്, കണ്ടോ, എന്നിട്ടെല്ലാം വലിയൊരു സമൂഹമാണ് പോയത്. രഥങ്ങളും കുതിരകളും വലിയൊരു സൈന്യവും എവിടേക്ക് പോയി? ഈ ഏലീഷ പ്രവാചകൻ്റെ വീടിനു ചുറ്റും അവർ വളയുകയാണ്. അടുത്ത് വായിക്കാം. ദൈവപുരുഷൻ്റെ ദാസൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരത്തെ വളഞ്ഞിരിക്കുന്നത് കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, അയ്യോ യജമാനനെ, നാം എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. ആര് പറഞ്ഞു? എലീശ പ്രവാചകൻ പറയുകയാണ്, വേലക്കാരനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, അവരേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ എലീശ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവൻ്റെ കണ്ണുകൾ തുറക്കണമേ, അവൻ കാണട്ടെ. കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു. എലീശയ്ക്ക് ചുറ്റും ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ടുള്ള നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സിറിയാക്കാർ തനിക്കെതിരെ വന്നപ്പോൾ എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇവരുടെ കണ്ണുകൾ അന്ധമാക്കണമേ. എലീശയുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്ധമാക്കി. അപ്പോൾ എലീശ അവരോട് പറഞ്ഞു, വഴി ഇതല്ല, പട്ടണവും ഇതല്ല, എന്നെ അനുഗമിക്കുക. നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു. അവർ സമരിയായി പ്രവേശിച്ച ഉടനെ എലീശ പ്രാർത്ഥിച്ചു, കർത്താവ് ഇവരുടെ കണ്ണുകൾ തുറക്കണമേ, ഇവർ കാണട്ടെ. കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു. തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീശായോട് പറഞ്ഞു, എൻ്റെ പിതാവേ, ഞാനിവരെ കൊന്നുകളയട്ടെ. അവൻ പറഞ്ഞു, അവരെ കൊല്ലരുത്. നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ? അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനൻ്റെ അടുത്തേക്ക് പോകട്ടെ. രാജാവ് അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി ഭക്ഷിച്ച് തൃപ്തരായി അവരെ അവൻ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് പോയി. സിറിയക്കാർ പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. വലുത് മനസ്സിലായോ? ഈ ദൈവപുരുഷനായ എലീശായുടെ ചുറ്റും ഇവർ പാളയമടിക്കുക, മനസ്സിലായോ? സൈന്യം മുഴുവനും പാളയമടിക്കുക. അതിരാവിലെ തന്നെ ഈ എലീശ പ്രവാചകൻ്റെ ഭൃത്യൻ വേലക്കാരൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചുറ്റും രഥങ്ങളും കുതിരകളും വാളും വടിയൊക്കെയായിട്ട് ആൾക്കാർ നിൽക്കുകയാണ്, മനസ്സിലായോ? ഇയാൾ ഓടിപ്പോയിട്ട് എലീശ പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ വീട് മൊത്തം വളഞ്ഞിരിക്കുകയാണ് സൈന്യം, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇയാൾക്കൊരു പേടിയില്ല. ആർക്ക്? എലീശ പ്രവാചകനൊരു പേടി. എലീശ പ്രവാചകൻ, നീ ഒന്നും പേടിക്കേണ്ട. എലീശ പറഞ്ഞു ഭയപ്പെടേണ്ട, അവരേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇയാൾ വയ്ക്കുകയാണ്, എവിടെ ആളുകൾ? നമുക്കെവിടെ ആൾക്കാർ? നമ്മൾ 2 പേരിലുള്ളോ? അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. എലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ വേലക്കാരൻ്റെ ഈ ഭൃത്യൻ്റെ കണ്ണ് തുറക്കണമേ. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ വലിയ സൈന്യം കണ്ടോ, ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുകയാണ്. സങ്കീർത്തനം 34:7 കണ്ടോ, ദൈവദൂതന്മാർ വലതുകൃതി പറഞ്ഞ ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. കണ്ടോ, ദൈവദൂതന്മാർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചിരിക്കുകയാണ്. കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ ബ്രദർ വിളിച്ച് പറയുന്നുണ്ടായില്ലേ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേരുടെ ബന്ധനം അഴിഞ്ഞു എന്ന് ബ്രദർ വിളിച്ച് പറയുന്നുണ്ടായി. അത് സത്യമാണ്.
വളരെ സത്യസന്ധമായ കാര്യമാണ് ബ്രദർ വിളിച്ചു പറഞ്ഞത്. അനേകം കുടുംബങ്ങളിൽ നിന്ന് ബന്ധനങ്ങൾ കെട്ടുകൾ അഴിഞ്ഞു, അടിമച്ചങ്ങനെ പൊട്ടിപ്പോയി. നമ്മൾ ഈ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായോ? അത് എത്ര പേർക്ക് മനസ്സിലായി? പലർക്കും മനസ്സിലായില്ല, ഭൂരിഭാഗം പേർക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താ? നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ അഭിഷേകം നമ്മിൽ വന്ന് നിറയുന്നതും ഈ മാലാഖമാർ ഇറങ്ങി വരുന്നതും പരിശുദ്ധാത്മാവ് നമ്മെ തൊടുന്നതും നമുക്ക് സൗഖ്യം കിട്ടുന്നതും പലർക്കും മനസ്സിലാവുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുറേ പേർക്ക്, വലിയൊരു സമൂഹത്തിന്. അതുപോലെയായിരുന്നു ഈ ഭൃത്യൻ. ഇവനിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവന് ചുറ്റും വലിയൊരു സൈന്യം, മാലാഖമാർ, വിശുദ്ധർ, പരിശുദ്ധ അമ്മ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, ദൈവം എന്നെ സംരക്ഷിക്കുന്നുണ്ട്, വിശുദ്ധർ എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കാവൽ മാലാഖ എൻ്റെ കൂടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല പലപ്പോഴും. പ്രൈസ് ദി ലോർഡ്. വലിയത് പറഞ്ഞ് ഹല്ലേലൂയ. പക്ഷേ അവൻ്റെ നേത്രങ്ങൾ, ആന്തരിക നേത്രങ്ങൾ തുറന്നപ്പോഴാണ് അവന് മനസ്സിലായത്, ദൈവമേ ചുറ്റും വലിയ സൈന്യം, അവരെക്കാൾ കൂടുതൽ സൈന്യം നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലായോ? എന്നുണ്ടായി എലീശ പ്രവാചകൻ പറഞ്ഞു, ശത്രു സൈന്യത്തെ നോക്കിയിട്ട് പറയുകയാണ്, ദൈവമേ ഇവരുടെ കണ്ണുകൾ അന്ധമാക്കണമേ. അന്ധമായി, പിന്നെ ഒന്നും കാണാൻ പറ്റണില്ല. ഈ സൈന്യത്തിൻ്റെ കാണാൻ പറ്റുന്നില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവർക്ക്. അപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ പോന്നാൻ പറഞ്ഞു. എല്ലാവരും അന്ധന്മാരായിട്ട് എലീശ പ്രവാചകൻ്റെ ഏകദേശം അനുഗമിക്കുകയാണ്. അങ്ങനെ അവർ സമരിയയിലെത്തി. അവിടെ പ്രവേശിച്ചപ്പോൾ അവൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് എലീശ പ്രവാചകൻ, ദൈവമേ ഇനി ഇവരുടെ കണ്ണ് തുറക്കണമേ. ഇവരുടെ കണ്ണ് തുറന്നപ്പോൾ ഇവർ ശരിക്കും ഇവരുടെ ശത്രു സൈന്യമായ ഇസ്രായേൽക്കാരുടെ മധ്യത്തിലാണ് ഒരുവൻ നിൽക്കണേ. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവരിങ്ങനെ ആകെ പരിഭ്രമിച്ച് മരണത്തെ മുന്നിൽ കൊണ്ടുകൊണ്ട് ഇവർ നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് അവിടേക്ക് കടന്നു വരികയാണ്. ഇസ്രായേൽ രാജാവ് എലീശായോട് പറഞ്ഞു, പറ്റിയ സമയം, ഇനി ഇവറ്റിങ്ങളെല്ലാത്തിനും കൂടി കയ്യിൽ കിട്ടിയിരിക്കുന്ന സമയം, ഇനി ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടില്ല. നമ്മുടെ ശത്രുക്കളുടെ സൈന്യത്തെ മുഴുവനും നമുക്ക് കിട്ടിയിരിക്കുക, ഇനി ഇവരെ കൊന്നു കളയാം ഉണ്ടോ തീരുമാനം എടുക്കുക. എലീശ പ്രവാചകനോട് പറഞ്ഞു, രാജാവ് പറയുകയാണ്, ഇസ്രായേൽ രാജാവ് പറഞ്ഞു, എലീശായോട് പറഞ്ഞു, നമുക്കിവരെ കൊന്നു കളയാം കണ്ടോ. അപ്പോൾ എന്താണ് എലീശ മറുപടി കൊടുത്തത്? അതാണ് മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ. അതാണ് നമ്മുടെ വിഷയം. എന്താണ് എലീശ മറുപടി കൊടുത്തത്? എലീശ മറുപടി കൊടുത്തത് ഇതാണ്, അവരെ ഒരിക്കലും കൊല്ലരുത് കണ്ടോ. അവരെ ഒരിക്കലും കൊല്ലരുത്. എന്ത് ചെയ്യണം? അവർ നമ്മെ ആക്രമിക്കാമെന്ന, എന്നെ നശിപ്പിക്കാമെന്ന ഇവർക്ക് അങ്ങ് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക. അവർ ഭക്ഷിച്ച് സ്വന്തം യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകട്ടെ. എലീശ പ്രവാചകൻ്റെ വാക്ക് കേട്ട് തന്നെ കൊല്ലാമെന്ന, തൻ്റെ രാജ്യത്തെ നശിപ്പിക്കാമെന്ന ഈ സൈന്യത്തിന് രാജാവ് എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവ് വലിയ വിരുന്നൊരുക്കി. അവർ ഭക്ഷിച്ച് തൃപ്തരായി. അങ്ങനെ അവരെ അവർ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാൻ്റെ അടുത്തേക്ക് പോയി. അടുത്ത വാക്ക് എന്തൊരു രസകരമായ വാക്കാണെന്നറിയോ? സിറിയക്കാർ പിന്നീട് ഒരിക്കലും ഇസ്രായേൽക്കാരെ ആക്രമിക്കാൻ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. നിൻ്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. തന്മൂലം നീ അവൻ്റെ ശിരസിൽ തീക്കനലുകൾ കൂന കൂട്ടും. മനസ്സിലായോ? നമ്മുടെ കർത്താവാണ് ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമല്ലേ. നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം മുഴുവനും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 21-ാം തിരുവചനം വെച്ചൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ പരമേൽപ്പിക്കുകയാണ് ചെയ്തത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോഴല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കുക. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലായോ? അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടില്ല. പക്ഷേ എത്രയോ പേരവനെ നിന്ദിച്ചു. ഉണ്ടോ? നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. കണ്ടോ? മനസ്സിലായോ? പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ പരമേൽപ്പിക്കുകയാണ് അവൻ ചെയ്തത്. എല്ലാവരും വലുതരും ഒത്തിപ്പിടിച്ചോ. ഈ വചനം നമ്മൾ ഏറ്റുപറയുകയാണ്. ഈ വചനം മാംസം ധരിക്കട്ടെ. എല്ലാവരും ഏറ്റുപറയുക. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല. പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ
ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, മനസ്സിലായോ? അതുകൊണ്ടാണ് 1 പത്രോസ് 2:19 എന്താ? അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവിക ചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി തീരും. ആ വചനം കൂടി ഏറ്റു പറയാം. വലതുരുത്തി പിടിച്ചോ. ഈ വചനം ഏറ്റു പറഞ്ഞ്, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവിക ചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ, വലിയ അഭിഷേകമാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. കേട്ടോ, വലിയ അഭിഷേകം കർത്താവ് സമൂഹത്തിൽ തരുന്നുണ്ട്. കേട്ടോ, നന്ദി പറയാം. നമുക്ക് ആരുടെ വീട്ടിൽ ഉറുമ്പ് ശല്യമൊക്കെ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ആര്യയ്ക്ക് വീട്ടിൽ ശക്തമായ ഉറുമ്പിൻ്റെ ശല്യം, അതിശക്തമായ ഉറുമ്പ് ശല്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. ഉറുമ്പ് ശല്യം കർത്താവ് പരിശുദ്ധാത്മാവ് ഈ സമയം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല ശല്യങ്ങൾ, തടസ്സങ്ങൾ. ചില അടിമത്തുള്ള മക്കളുണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ. ഭയങ്കര അടിമത്താണ്, അടിമച്ചങ്ങലയാണ്. കേട്ടോ, ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. തിരുരക്തത്തോട് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരുന്നുണ്ട്. കേട്ടോ, ഈശോയുടെ തിരുരക്തത്തോട് പ്രാർത്ഥിക്കുക. യേശുവേ, അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സെൻറ്ററിനെയും അച്ഛനെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാം. താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് റാഫേലച്ഛനെയും ഈ സെൻറ്ററിനെയും ഈ എൽറുഹ ധ്യാന സെൻറ്ററിനെയും കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉണ്ടോ, മനസ്സിലായോ? അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭവനാംഗങ്ങളെ ഭവനത്തിൽ വന്നു പോകുന്നവരെയൊക്കെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞ പ്രത്യേകം പ്രാർത്ഥിച്ചു നോക്കിയാൽ ഒരുപാട് ബന്ധനങ്ങൾ കെട്ടുകളഴി. ഇതൊരു മെസ്സേജാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ, വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല. കർത്താവ് തരുന്ന സന്ദേശമാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക. തിരുരക്തം കൊണ്ട് കഴുകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരുപാട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഈ തിരുരക്തത്തോടുള്ള പ്രാർത്ഥനയിലുണ്ട് എന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊന്ന് കർത്താവ് നമ്മോട് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കാനാണ്. ഈശോയുടെ തിരുഹൃദയം ഒരുപാട് പ്രാവശ്യം ഈശോ തന്ന സന്ദേശം. അടുത്ത മാസം ജൂൺ മാസമാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള മാസമാണ് അല്ലേ, തിരുഹൃദയ ഭക്തി. ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ ഈ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഇല്ലേ? ആദ്യമൊക്കെ വീട്ടിൽ തിരുഹൃദയത്തിൻ്റെ രൂപം ഇല്ലാത്ത വീടുകളുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ മനസ്സിലേക്ക് ശക്തിയായിട്ട് വരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഈശോ കാണിക്കുകയാണ്. നിങ്ങളുടെ വീടുകളിൽ ഈശോയുടെ തിരുഹൃദയം, സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ്, ഈ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം ഇല്ലാത്തവരോ അല്ലെങ്കിൽ രൂപമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തിരുഹൃദയത്തിൻ്റെ ചിത്രമോ രൂപമോ വാങ്ങുക. അത് അച്ഛന്മാരെ കൊണ്ട് ബ്ലെസ് ചെയ്ത് അതിന് മുമ്പിലിരുന്നിട്ട് വേണം കുടുംബ പ്രാർത്ഥന ചെല്ലാനായിട്ട്. കുടുംബ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ നടയിലകത്ത് പ്രധാനപ്പെട്ട റൂമിൽ നമ്മൾ ഈ തിരുഹൃദയം ഇങ്ങനെ വെക്കണം കേട്ടോ. ശരി, തിരുഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരുപാട് വാഗ്ദാനങ്ങൾ മാതാവ് ഈശോ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ആ വാഗ്ദാനത്തിനൊക്കെ നമ്മൾ അർഹരായി തീരും. മനസ്സിലായോ? അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ആ തിരുഹൃദയത്തിലെ നന്മകളൊക്കെ നമ്മിൽ വന്ന് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക കേട്ടോ. ഈശോയുടെ ഹൃദയം നന്മ നിറഞ്ഞ ഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തിലാണ് എല്ലാ നന്മകളും. എല്ലാ നന്മകളുടെയും കേദാരം ഏതാണ്? എല്ലാ നന്മകളുടെയും സെൻറ്റർ, എല്ലാ നന്മകളും ഇരിക്കുന്ന സ്ഥലം ഈശോയുടെ ഹൃദയമാണ്. അപ്പോൾ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നോക്കിയാൽ അപ്പം ഉണ്ടാവും നമ്മുടെ തിന്മകളൊക്കെ മാറി ഈശോയുടെ നന്മ നമ്മിലേക്ക് വന്ന് നിറയുകയാണ്. ഈശോയോട് പറയണം, ഈശോയെ എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതൊക്കെ നീ തന്ന നന്മകളാണ് കേട്ടോ. എന്നിൽ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അതെൻ്റെയാണ്. നമ്മിലുള്ള തിന്മകൾ നമ്മുടേതും നമ്മിലുള്ള നന്മകൾ ഈശോയുടെയാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നന്മ കിട്ടും. തിന്മയെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നന്മ കൊണ്ട് കീഴടക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്നത് അവൾ നന്മ നിറഞ്ഞ മറിയമാണെന്നാണ് പറയുക. നന്മ നിറഞ്ഞ മറിയമേ കേട്ടോ, നന്മ നിറഞ്ഞ മറിയാണ്. നന്മ നിറയാന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയാണ് കേട്ടോ. നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പോൾ കർത്താവ് വീണ്ടും സന്ദേശം തരികയാണ്. പെന്തക്കോസ്ത് തിരുനാൾ അടുത്ത് വരികയാണ്. നമ്മളൊരു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുക. പരിശുദ്ധാത്മാവിനെ നമുക്ക് മാമോസയെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് അതിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കേണ്ടതുണ്ട്. പ്രാർത്ഥനയിലൂടെ, ഈ ദിവസങ്ങളിൽ കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ, ആരാധനയിലൂടെ, ക്ഷമയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെ ശക്തമായിട്ട് ഇതിനെ ഉജ്ജ്വലിപ്പിക്കാനുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അങ്ങനെ നമുക്ക് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. തിന്മകളെ നന്മ കൊണ്ട് കീഴടക്കണം. ഏതൊക്കെയാണ് നന്മകൾ ഏതൊക്കെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഏതൊക്കെയാണ്? വിശ്വാസം, ശരണം, സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അപ്പം നന്മ എന്ന് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം നന്മ കൊണ്ട് തിന്മയെ കീഴടക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിച്ചേൻ, വിശ്വാസം കൊണ്ട് ഉണ്ടോ കീഴടക്കുക, തിന്മയെ കീഴടക്കുക. ക്ഷമ കൊണ്ട് കീഴടക്കുക, ക്ഷമിച്ചുകൊണ്ട് കീഴടക്കുക.
തിന്മ വരുമ്പോൾ ക്ഷമിച്ചുകൊണ്ട് കീഴടക്കുക, വിശ്വാസം കൊണ്ട് കീഴടക്കുക, സഹിച്ചുകൊണ്ട് കീഴടക്കുക, ശാന്തതയോടെ നേരിട്ട് കൊണ്ട് കീഴടക്കുക. കണ്ടോ വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം ഇന്നലെ ഇവിടെ ധ്യാനം കഴിഞ്ഞല്ലോ. ഇന്നലെ ഇവിടെ താമസമുള്ള ധ്യാനമായിരുന്നു. 570 പേരുണ്ടായിരുന്നു. വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒരുപാട് സാക്ഷ്യങ്ങളും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ സാക്ഷി ഇങ്ങനെയാണ്. ആ ചേച്ചിയുടെ പല പല സാക്ഷ്യങ്ങളുണ്ട് ആ ചേച്ചിക്ക്. അതിലൊരു സാക്ഷി എന്നെ സ്പർശിച്ച ഒരു സാക്ഷി ഞാൻ നമ്മൾ പറയാം. ആ സാക്ഷി ഇങ്ങനെയാണ്. ആ ചേച്ചിയുടെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും അവരുടെ അയൽപ്പക്കാർ പശുവിനെ കൊണ്ടുവന്ന് കെട്ടും. പശുവിനെ കെട്ടിയിട്ട് കുളിപ്പിക്കലാണ്. പശുവിനെ കെട്ടി അപ്പോൾ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മുറ്റം. ആ മുറ്റത്തോട് ചേർന്ന് ആ മുറ്റത്തിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് റോഡും മുറ്റവും ഏകദേശം ഒരുപോലെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ റോഡിലാണ് ഈ പശുവിനെ കൊണ്ടുവന്ന് കെട്ടുക. എന്തിനെ കുളിപ്പിക്കാനായിട്ട്. അതിൻ്റെ പശു അതായത് ഏകദേശം ഇവരുടെ മുറ്റത്ത് തന്നെ ഇവരുടെ മുറ്റവും റോഡും ഒരുമിച്ച് കിടക്കുന്ന കാരണം എല്ലാം ഏകദേശം ഇവരുടെ മുറ്റത്ത് പശുവിനെ കുളിപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ചേച്ചി പറയുക, ഈ പശുവിനെ കുളിപ്പിക്കുന്നു, പശു ചാണകം ഇടുന്നു, പശുവിൻ്റെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് എല്ലാം അവിടെ എപ്പോഴും ഇങ്ങനെ നമ്മുടെ അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഇവർ ഫ്രണ്ട് ഭാഗം കിടക്കുക. എന്നാൽ ഇദ്ദേഹത്തോടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തല്ലും വഴക്കും ബഹളാവും കലഹമാവും. നമുക്കറിയാമല്ലോ നമ്മുടെ അയൽപ്പക്കവും നമ്മുടെ ഓരോ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് പറയാൻ പോയി അത് പിന്നെ ദേഷ്യമായി, പിന്നെ വിഷമമായി, സങ്കടമായി, അതാകെ പ്രശ്നമായി, തല്ലായി, വഴക്കായി. അപ്പോൾ ഈ ചേച്ചി പറയുക ഒന്നും പറയാനും പറ്റില്ല, എന്താ ചെയ്യുക. ഇത് ഒരുപാട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെയ്തു ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ കണ്ടപ്പോൾ ഇതിന് തോന്നി വെഞ്ചിരിച്ച് കല്ലുപ്പ് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന്. ഇതൊരു തിന്മയാണല്ലോ. നമ്മുടെ കുടുംബത്തെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിന്മ, നമ്മുടെ കുടുംബത്തെ ശല്യപ്പെടുത്തിക്കുന്ന ഒരു തിന്മ. ഈ തിന്മയെ എങ്ങനെ നേരിടാം? ഇത് പ്രാർത്ഥിച്ച് ആലോചിച്ചപ്പോൾ അതിന് തോന്നി ഇതൊരു തിന്മയാണ്, എന്നെ ശല്യപ്പെടുത്തിക്കുന്ന തിന്മ. അപ്പോൾ ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വെഞ്ചിരിച്ച കല്ലുപ്പ് ആ സ്ഥലത്ത് കൊണ്ടുവന്നിടുക. ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഇതുപോലെ തന്നെ ചെയ്തു. ബന്ധന പ്രാർത്ഥന ചൊല്ലിയും വിശ്വാസപ്രമാണം ചൊല്ലിയും ഇത് വെഞ്ചിരിച്ച കല്ലുപ്പ് ശക്തിയിൽ പല പ്രാവശ്യം ഈ പശുവിനെ കുളിപ്പിക്കുന്നവരുടെ മുറ്റത്ത് അങ്ങോട്ട് ശക്തിയിൽ അങ്ങോട്ട് വെതറിയിടുകയാണ്. ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞു. പിന്നെ അവിടെ ആ വ്യക്തി അങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പിന്നെ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടില്ലേ, ഓരോരുത്തരും ഓരോന്ന് നേരിടുന്നത് കണ്ടോ നിങ്ങൾ? ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ നേരിടുന്ന ശൈലികൾ നോക്കുക. ഓരോരോ തിന്മകളെ ഓരോന്നും ചിലപ്പോൾ അയൽപ്പക്കെന്ന് വരുന്ന തിന്മയായിരിക്കും. അതിന് നേരിട്ട് കണ്ടോ? ഞാൻ ഓർക്കാണ് ഇവിടെ വന്ന സാക്ഷ്യങ്ങളാണത്. ഒരിക്കലും ഒരു മകള് വലിയ രോഗിയായ ഒരു മകളാണ്. എന്തോ രക്തസംബന്ധമായ രോഗമാണ്. ഇവിടെ അങ്ങ് രക്തസംബന്ധമായ രോഗം എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ ആർക്കും ഉണ്ടല്ലോ രക്തക്കുറവ് മൂലം തലക്കറക്കം വരുന്ന ആരോഗ്യം കാണിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ഓൺലൈൻ കാണുന്നവരിലുണ്ട്. രക്തക്കുറവ് മൂലം തലക്കറക്കം വരുന്ന ആരോ നിങ്ങളിലോ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ കാണുന്നവരിലുണ്ട് കേട്ടോ. രക്തക്കുറവ് മൂലം തലക്കറക്കം വരുന്ന അവസ്ഥ കർത്താവ് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ എന്താ പറയുക ക്രിസ്ത്യൻ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ ഒരു 5 ദിവസത്തെ ധ്യാനം നടക്കുമ്പോൾ അവിടെ ഒരു സഹോദരി തൃശ്ശൂർ ചീയാരം ഭാഗത്തുനിന്ന് വന്ന് പങ്കെടുക്കുകയാണ്. അതതിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്നാണ്. അതിന് കാര്യമായ രോഗപീഠയാണ്, വലിയൊരു രോഗപീഠയാണ്, നിസ്സാര രോഗമല്ല, വലിയൊരു രോഗപീഠയാണ്. ഈ രക്തസംബന്ധമായ രോഗമാണ്. അങ്ങനെ ആ രോഗം അത് സൗഖ്യം കിട്ടാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അത്ഭുത രോഗശാന്തി ഉണ്ടായി. ആദ്യത്തെ ദിവസം തന്നെയോ മറ്റോ അച്ഛൻ വിളിച്ചു പറഞ്ഞു. പിന്നീട് ആ രോഗം കുറഞ്ഞു. രോഗത്തിൽ വലിയ മാറ്റം, വലിയ ഹീലിങ്. അങ്ങനെ പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. അങ്ങനെ സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരു 3/4 ഭാഗം മാത്രമേ സൗഖ്യം കിട്ടിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു അതും പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം വരാൻ പറഞ്ഞു. പിന്നീട് ആ ചേച്ചി വീണ്ടും മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്ന് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയിട്ട് ആ രോഗൻ്റെ പരിപൂർണ്ണം മാറിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ആ രോഗത്തിനൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാത്തത്. ഇത്തിരി കാര്യമായ രോഗപീഠയാണ്, ക്യാൻസർ അല്ല, എന്നാൽ ഏകദേശം അത് ആ രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലൊരു സ്പെഷ്യൽ രോഗപീഠയാണ്. അപ്പോൾ അതിൻ്റെ സൗഖ്യം അത് പറഞ്ഞതിന് ശേഷം അത് ഇങ്ങനെ പറയുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യത്തിൽ ആ സഹോദരി പറഞ്ഞതാണ് എന്നെ സ്പർശിച്ചത്. ആ സഹോദരി പറയുകയാണ്, എൻ്റെ വീട്ടിൽ എന്നും അയൽപ്പക്കത്ത് നിന്ന് അയൽപ്പക്കുകാർ ഇങ്ങനെ പുക അയൽപ്പക്കത്ത് എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇവർ വേസ്റ്റ് കൊണ്ടുവന്ന് അവർ കത്തിക്കും. എല്ലാ ദിവസവും ഒരു പ്രവണതയാണ്, അയൽപ്പക്കാർ കൊണ്ടുവന്ന് കത്തിക്കുക, വേസ്റ്റ് കത്തിക്കുക. അതിങ്ങനെ പുക മുഴുവൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പുക പോലും വേറെ സ്ഥലത്തേക്ക് പോവില്ല, എല്ലാം വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ രോഗപീഠ മൂലം എനിക്കൊന്നും വയ്യാതെ കിടക്കുന്ന സമയത്താണ് ഈ പുകയും കൂടി വീടിൻ്റെ അകത്തേക്ക് വന്ന് അത് ശ്വസിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്. പല പ്രാവശ്യം ഇവരോട് പറയുന്നു ഇതൊന്ന് മാറ്റിക്കളയും, നിങ്ങൾ വേറെ സ്ഥലത്ത് മാറ്റിക്കൊണ്ടേ കത്തിക്കുന്നത്. പക്ഷേ ഇവർക്കൊരു പ്രതികാരം, ഇവർക്കൊരു ശല്യപ്പെടുത്തലായിട്ട് ഇവരൊരു ഇങ്ങനെ ഈ അയൽപ്പക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ സഹോദരി ഈ ക്രിസ്ത്യനിൽ അച്ഛൻ്റെ എൽറുഹ ധ്യാനം വന്ന് പങ്കെടുത്തപ്പോൾ അതിന് കിട്ടിയ ബോധ്യം അനുസരിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം പറയുകയാണ്. ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അത് കേട്ടപ്പോൾ ആ സഹോദരി എന്ത് ചെയ്തു? ഈ ശല്യാവസ്ഥ, ഈ ഒരു തിന്മ വിട്ടുപോകാൻ വേണ്ടി, മാറിപ്പോകാൻ വേണ്ടി ഇത് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ ഒരു അസ്വസ്ഥത മാറിപ്പോകാൻ വേണ്ടി അതിനറിയാവുന്ന പോലെ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നുണ്ടായി? അത് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഉള്ള അത്ഭുതം ഇതാണ്, അവർ പതിവ് പോലെ കത്തിക്കുന്നുണ്ട്, പക്ഷേ ആ പുക ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല, നേരെ എതിർവശത്തേക്ക് അത് പറന്നു പോവുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സാക്ഷിയായിട്ട് പറയുകയാണ്. ഉണ്ടോ? ചില ഇതിനൊരു അത്ഭുതമായിട്ട് പറയുകയാണ്. അത് ഈ സഹോദരി ബന്ധന പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. കാരണം വർഷങ്ങളായിട്ട് ഇത് കത്തിക്കുമ്പോൾ പുക മുഴുവനും ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരാറ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഇതിപ്പോൾ മാസങ്ങളായിട്ട് ഒരു തരി പോലും പുക ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല. അത് ആ കത്തിക്കുന്നവരുടെ തന്നെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ഇത് പറന്നു പോവുകയാണ്. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നത് കണ്ടോ? ഓരോരുത്തരും അവരുടെ ജീവിതത്തിലുണ്ടാവുന്ന തിന്മകളെ നന്മ കൊണ്ട് നേരിടുന്ന പല ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ പലപ്പോഴും തല്ലിടാനും ബഹളം വയ്ക്കാനൊക്കെയായിരിക്കും പോവുക. തല്ലും വഴക്കും ബഹളവും കലഹവും കേസും കോടതിയും പിന്നെ മിണ്ടാതിരിക്കലും ഇങ്ങനെ ഒരു പ്രവണതയായിരിക്കും. പക്ഷെ ഓരോരുത്തരും അവരുടെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഔസേപിതാവും പരിശുദ്ധ അമ്മയും എങ്ങനെയാണ് തിന്മയെ നേരിട്ടത് അല്ലേ? അവിടുത്തെ വലിയൊരു തിന്മയായിരുന്നു ഹെറോദോസ് അല്ലേ? ഹെറോദോസ് എന്ന തിന്മയെ അവരെങ്ങനെയാണ് നേരിട്ടത്? മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹെറോദോസ് രാജാവ് കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹെറോദോസ് രാജാവ് എന്ത് ചെയ്തു? 2ഉം അതിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയാൻ. എവിടെയുള്ള ആൺകുട്ടികൾ? ബത്ലഹം അതിൻ്റെ പരിസരത്തുള്ള എല്ലാ കുട്ടികളെയും കൊന്നുകളയാൻ പറഞ്ഞു. ഉടനെ തന്നെ ഒരു മെസ്സേജ് ആർക്ക് കിട്ടി? നമ്മുടെ ഔസേപിതാവിന് കിട്ടി. ഹെറോദോസ് കുഞ്ഞിനെ കൊല്ലാൻ ആലോചിക്കുന്നുണ്ട്, ഓടിക്കോട്ടെ, ആ കൊച്ചിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്തോളാൻ പറഞ്ഞു. രാത്രിക്ക് രാത്രി അമ്മേനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഔസേപിതാവ് പോവുകയാണ്, ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. ഹെറോദോസിൻ്റെ മരണം വരെ അവിടെ താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ മരണം വരെ അവർ താമസിക്കുകയാണ്. മനസ്സിലായോ? അതിനുശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് സന്ദേശം കൊടുത്തു. ഹെറോദോസിൻ്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക, ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. കണ്ടോ? അവരെ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അതിനെയാണ് തിന്മ എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കില്ല, ചില പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ ചില വ്യക്തികളിൽ നിന്ന് വരുന്നതായിരിക്കാം, അയൽപക്കത്ത് നിന്ന് വരുന്നതായിരിക്കാം, നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് വരുന്നതായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ഇപ്പോൾ ഔസേപിതാവ് മാതാവ് എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി. ആ പ്രശ്നങ്ങളെ അവർ എങ്ങനെയാണ് നേരിട്ടത്? ആ തിന്മകളെ നേരിട്ടത് എങ്ങനെയാണ്? ഹെറോദോസ് എന്ന തിന്മയെ അവർ നേരിട്ടത് തിന്മയെ നന്മ കൊണ്ട് നേരിടുകയാണ്. മനസ്സിലായോ? പകരം വീട്ടുകയോ എതിർത്ത് സംസാരിക്കുകയോ ബഹളം വയ്ക്കുകയോ അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടയ്ക്ക് നിന്ന് കരയുകയോ അല്ലെങ്കിൽ വെറുതെ കുറ്റം പറഞ്ഞിരിക്കുക, അതൊന്നല്ല. വേറെ ദൈവത്തിൻ്റെ ശൈലിയിൽ അതിനെ നേടുക. ദൈവം എന്താ ആഗ്രഹിക്കുന്നു? ചിലപ്പോൾ മാറി നിൽക്കാനായിരിക്കാം, ചിലപ്പോൾ കാത്തിരിക്കാനായിരിക്കാം, കാത്തിരുന്ന് പ്രാർത്ഥിക്കാനായിരിക്കാം ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം എന്താ ആഗ്രഹിക്കുന്നു? അവരിന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഉണ്ടോ? കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അയാൾ മരിച്ചു. അയാൾ മരിച്ചു, എല്ലാ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവായി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. കണ്ടോ? വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വെറുതെ ബഹളം വെച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇനിയൊന്നും ശരിയാവില്ല എന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവുകയെ നിരാശപ്പെട്ട് പോവുകയെ അങ്ങനെയൊന്നല്ല ചെയ്തത്. മനസ്സിലായോ? ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെങ്ങനെ നേരിട്ടു. ഇപ്പം ഞാൻ ഓർക്കാണ്, ആദ്യ നാളുകളിൽ നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ വന്നൊരു വലിയൊരു സാക്ഷിയുണ്ട്. അത് ആ പഴയ ധ്യാന ഹാളിലായിരുന്നു. നമ്മൾ അത്ഭുത ജപമാലയൊക്കെ തുടങ്ങി കുറച്ച് നാളായി. പക്ഷേ അപ്പോൾ ഉണ്ടായ ഒരു വലിയൊരു സാക്ഷ്യം എൻ്റെ ഓർമ്മയിൽ, ആദ്യത്തെ മാനസിക രോഗം മാറിയ ആദ്യത്തെ സാക്ഷി അതായിരുന്നു എൻ്റെ ഓർമ്മയിൽ. ഇപ്പോൾ മാനസിക രോഗങ്ങൾ മാറുന്ന ഒരുപാട് സാക്ഷ്യങ്ങൾ എൽറോഹിയിൽ വരികയാണ്. ഈ അത്ഭുത ജപമാല കണ്ടിട്ട് മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ, പിന്നെ രാവിലെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ഹൈപ്പർ ആക്ടിവിറ്റി, ഇതൊക്കെ മാറുന്ന അസുഖങ്ങളാണോ, ഡൗൺ സിൻഡ്രോം, ഇതൊക്കെ മാറുന്ന അസുഖങ്ങളൊക്കെ ഇങ്ങനെ സാക്ഷ്യങ്ങളിവിടെ വരാൻ തുടങ്ങിയത്. ആദ്യമായിട്ട് ഞാൻ വന്ന സാക്ഷിയായിട്ട് ഞാൻ ഓർക്കുന്നത് അച്ഛൻ ഈ പറയാൻ പോകുന്ന സാക്ഷിയാണ് കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നൊരു ശൈലിയില്ല, അതുകൊണ്ട് നമുക്ക് ആ റെക്കോർഡിംഗ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അന്ന് നാളുകളിൽ. അപ്പോൾ ആ സാക്ഷി ഇങ്ങനെയായിരുന്നു. ഒരു സഹോദരി കയറി ആൾക്കാർ കയറി സാക്ഷ്യം പറയും. ചിലർ ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ ഈ വടക്കം പറവൂർ കൺവെൻഷൻ, ഈ BLM ധ്യാന കേന്ദ്രത്തിൽ അവിടെയുള്ള കൺവെൻഷൻ, ഇതിലൊക്കെ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്.
ഈ സംഭവം പറഞ്ഞിട്ട് ഈ സംഭവം കേട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാമോ എന്ന് ചോദിക്കുമ്പോൾ എത്ര പേരാ കൈപ്പൊക്കിയിരിക്കണേന്നറിയോ, മനസ്സിലായോ? അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവരൊക്കെ അന്നത്തെ ആ സംഭവം ഇവർ ഓർത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സംഭവമേ, ആ സംഭവം ഇങ്ങനെയാണ്. നമ്മളൊരു ആ സഹോദരി വന്ന് അൾത്താരിൽ കയറി സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. ആ ചേച്ചി പറയുകയാണ്, എൻ്റെ മകൻ കല്യാണം കഴിച്ചു പെൺകുട്ടി വീട്ടിലേക്ക് വന്നു. പിറ്റേ ദിവസമാണ് അറിയുന്നത് ഈ പെൺകുട്ടിക്ക് എന്താണ്, മാനസിക രോഗമാണ്. ഒരു ലോഡ് മരുന്നും പിടിച്ചിട്ടാണ് ഇവൾ വരുന്നത്. ഇവളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു കൃത്യമായിട്ട് അന്വേഷണം അവർ ഇത് മറച്ചു വെച്ചു. കണ്ടു കഴിഞ്ഞത് അറിയില്ല, പറയാതെ ഇത് അറിയില്ല. ഇങ്ങനെ ചില മാനസിക രോഗങ്ങൾ, ഡിപ്രഷൻ അങ്ങനെയില്ല, കണ്ടു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് തോന്നും നമുക്ക്. പക്ഷേ ഡിപ്രഷൻ്റെ മരുന്നോ ഇങ്ങനെ മാനസിക രോഗത്തിന് മരുന്നൊക്കെ കഴിക്കുന്ന ആളായിരിക്കാം, മനസ്സിലായോ? അപ്പോൾ അതേ ഈ പെൺകൊച്ച് കല്യാണം കഴിച്ച പെൺകുട്ടി മാനസിക രോഗത്തിന് ഒരു ലോഡും മരുന്ന് പിടിച്ചിട്ടാണ് ഇവള് കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇവൾക്ക് മാനസിക. ഇവള് പിറ്റേ ദിവസം, അത് എങ്ങനെ മനസ്സിലായി, അന്നത് മനസ്സിലായില്ല. പിറ്റേ ദിവസം രാവിലെ ഇവള് കട്ടിലും ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലായോ? ഒരു സ്ഥലത്തേക്കും കിടക്കില്ല, ഒരാളെയും കാണില്ല, ഒരാളെയും നോക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ പ്രവണത കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവളുടെ രോഗപീഠിതമാണ്. പിന്നെ തല്ലായി, വഴക്കായി, ബഹളായി, ആകെ പ്രശ്നമായി. അപ്പോൾ ദേ ഈ ചേച്ചി പറയാണ്, ഈ അമ്മായിയമ്മ പറയാണ്, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. കണ്ടോ, ഡിവോഴ്സ് ചെയ്യാം, കാരണം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് മാനസിക രോഗിയാണ്. അപ്പോൾ മകൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മേ, ദൈവം എനിക്ക് തന്നൊരു ഭാര്യയല്ലേ, ജീവിത പങ്കാളിയല്ലേ, ഞാനായിട്ട് അതിന് ഈ ഡിവോഴ്സ് ചെയ്യുന്നില്ല, നമുക്കിപ്പോൾ ചികിത്സിക്കാം, പ്രാർത്ഥിക്കാം എന്ന് ഈ മകൻ പറഞ്ഞു. അത്രേ മനസ്സിലായി. മകൻ പറഞ്ഞു അമ്മയോട്, എനിക്ക് ഡിവോഴ്സ് വേണ്ട, ഞാനിതിനെ സഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കിതിന് മരുന്ന് കൊടുക്കാം. അങ്ങനെ മകൻ പറഞ്ഞു അത്രേ. അപ്പോൾ ഈ ചേച്ചിക്കും മകൻ്റെ പോലെ ഈ അമ്മ പറയാണ്, ഞാനിപ്പോൾ അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയോഗം വെച്ച് കാണാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത് എങ്ങനെ കണ്ടു? ഉപവാസം എടുത്തുകൊണ്ട് എത്രയോ ദിവസമൊക്കെ നിയോഗം വെച്ച് തൻ്റെ മോൻ്റെ ഭാര്യയുടെ മാനസിക രോഗം മാറാൻ വേണ്ടി ഈ സഹോദരി കാണുകയാണ്. അങ്ങനെ എത്രയോ നാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രഗ്നൻ്റായി, പ്രസവിച്ച കുഞ്ഞിനെയും നോക്കില്ല, ഒന്നും നോക്കില്ല. എല്ലാത്തിനെയും ഈ അമ്മായിയമ്മ തന്നെ നോക്കണം. അവളൊന്നും ചെയ്യില്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഈ ചേച്ചി തന്നെയാണ് അടുക്കളയിലത്തെ എല്ലാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആ ചേച്ചി ആ സാക്ഷ്യത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടായി? ഈ സഹോദരി അത്ഭുതമാല കണ്ട് മരുന്നുകൾ കുറയ്ക്കാൻ തുടങ്ങി. ഓരോ പ്രാവശ്യം ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി. അവസാനം ഇപ്പോൾ ഒരു ഗുളിക മാത്രമാക്കി ചുരുക്കി. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ സഹോദരി പറയുകയാണ്, ഇപ്പം എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ മരുമകളാണ് ചെയ്യുക. അടുക്കളയിലത്തെയും കൊച്ചിൻ്റെയും എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യും. ഞാനാണെങ്കിൽ വീടിൻ്റെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുറ്റടിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. എന്നിട്ട് ആ സാക്ഷി അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇന്ന് എൻ്റെ ഭവനം ഒരു സ്വർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സാക്ഷ്യം അവസാനിക്കുക. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് കാലത്തൊക്കെ ഈ ധ്യാന കേന്ദ്രത്തിൽ വരികയോ ഈ ശുശ്രൂഷ ഓൺലൈനിൽ കാണുകയോ ചെയ്ത് ആ സാക്ഷ്യം കേട്ടവരാരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ച് കണ്ടില്ലേ? 2 പേര്, 3-4 പേരുണ്ട്, കണ്ടോ, മനസ്സിലായി? 3-4 പേര് എപ്പോഴും ദൈവം കൊണ്ടു തരും ഈ സാക്ഷ്യം. അതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ, എൻ്റെ ഓർമ്മയിൽ മാനസിക രോഗം സൗഖ്യപ്പെട്ടതിൽ ആദ്യത്തെ സാക്ഷ്യതായിരുന്നു. അത്ഭുത ജപമാല കണ്ടിട്ടാണ് ഈ സൗഖ്യം കിട്ടുക. അപ്പോൾ ഈ ചേച്ചി എങ്ങനെ നേരിട്ടത്? ആ ചേച്ചിയുടെ വീട്ടിലെ തിന്മയെ എങ്ങനെ നേരിട്ടു? നന്മ കൊണ്ട് നേരിട്ടു, ഉണ്ടല്ലേ? ആ സഹോദരി അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മച്ചി ആ വീട്ടിലെ തിന്മ നിസ്സാര തിന്മയാകാനാണെന്നറിയോ? മോൻ കിട്ടിയ പെണ്ണ് മാനസിക രോഗി. അവർ പറ്റിച്ചതാണ് ആ വീട്ടുകാർ. പക്ഷെ എന്തുണ്ടായി? അവരതിനെ നന്മ കൊണ്ട് നേരിടുകയാണ്, മനസ്സിലായോ? ഉടനെ തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത്. കണ്ടോ, മനസ്സിലായോ? അതിന് നന്മ കൊണ്ട് നേരിട്ടു. ആ മകനും അതിൻ്റെ മോനും അമ്മയും കൂടി അതിന് നന്മ കൊണ്ട് നേരിട്ടപ്പോഴോ ഇന്ന് എൻ്റെ വീടൊരു സ്വർഗമാണെന്ന് നമ്മൾ പറയല്ല, ആ ചേച്ചി മൈക്കിൽ പറയാം, ഇന്ന് എൻ്റെ വീടൊരു സ്വർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സാക്ഷി അവസാനിക്കുക. ഒരേ ഒരു സാക്ഷി മാത്രം അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത്ര കാലം സെൻറ്റർ തുടങ്ങിയിട്ട് ഒരു ചേച്ചി മാത്രം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് ഈ ഒരു സൗഖ്യത്തിലെ ചേച്ചിയാണ്. ഇന്ന് എൻ്റെ വീടൊരു സ്വർഗമാണ്. എങ്ങനെ? ഈ ചേച്ചി പ്രാർത്ഥിച്ച് അതിനെ അങ്ങനെ ഒരു സ്വർഗമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. തിന്മയെ നന്മ കൊണ്ട് നേടുകയാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ഈ അമ്മമാർക്ക് ഭാര്യമാരുടെ മധ്യസ്ഥ ആരാണ്? ഭാര്യമാരുടെ അമ്മമാരുടെയൊക്കെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരാളാണല്ലോ ആര്? വിശുദ്ധ മോണിക്ക പുണ്യവതി, അല്ലേ? വിശുദ്ധ മോണിക്ക പുണ്യവതി അങ്ങനെയാണ് എന്നാ പറയുന്നത് കേട്ടോ. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ഭർത്താവ് കത്തോലിക്ക വിശ്വാസമുള്ള ആളല്ലായിരുന്നു. അതുപോലെ തന്നെ മോൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അറിയില്ലേ? അഗസ്റ്റിൻ എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഇതുപോലെ ഈ പെണ്ണുപിടിയും കള്ളുകുടിയും
പണവും ഇങ്ങനെയായിട്ട് ഇങ്ങനെ ദൂർത്തടിച്ച ഒരു പ്രത്യേക രീതിയിൽ അതുപോലെ പാപത്തിൽ ജീവിച്ച ഒരാളാണ്. വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആർക്ക്? അഗസ്റ്റിന്. അതുപോലെ പാപജീവിതം നയിച്ച മകനാണ് ഈ മോണിക്ക പുണ്യവതിയുടെ മകൻ. മനസ്സിലായോ? അപ്പോൾ ഈ മകൻ ഇങ്ങനെ വഴിതെറ്റിപ്പോയി, ഭർത്താവ് ഇങ്ങനെ ജീവിത പങ്കാളി ഇങ്ങനെ വഴിതെറ്റിപ്പോയി. ഈ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. മോണിക്ക ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ച് മകനെ കുറേ അച്ഛന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകും, കുറേ മെത്രാന്മാരുടെ അടുത്ത് കൊണ്ടുപോകും. എല്ലാവരും പറയും ശരിയാവും. എവിടെ ശരിയാവണ്? പിന്നെ കരച്ചിലായി, ബഹളമായി. അപ്പോൾ ഒരു മെത്രാൻ പറഞ്ഞു, ഒരു മാർപ്പാപ്പ പറഞ്ഞു, നിൻ്റെ ഈ കണ്ണീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോവില്ല മോണിക്കയെ, നീ ഇങ്ങനെ വിഷമിക്കുകയല്ല. നിൻ്റെ ഈ കണ്ണീരിൻ്റെ നീ എന്തോരം പ്രാർത്ഥിക്കണേ, നിൻ്റെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുകയോ? തീർച്ചയായിട്ടും നിൻ്റെ ഈ കണ്ണീരിൻ്റെ പുത്രൻ ഒരിക്കലും നശിച്ചു പോവില്ല. നിൻ്റെ ഈ കണ്ണീരിൻ്റെ ഭർത്താവും ഒരിക്കലും നശിച്ചു പോവില്ല. അവരൊക്കെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പ് ഇങ്ങനെ പലരും ഉപദേശം അങ്ങനെ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. വല്ല തോന്നി ഹല്ലേലൂയ. അപ്പം അച്ഛൻ്റെ അടുത്ത് നിങ്ങൾ വന്നാലും ഞാൻ അത് തന്നെയാണ് പറയുക, ശരിയാവും സെറ്റാവും. നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ മോണിക്ക എന്ന് പറയുന്ന സഹോദരി ഈ തിന്മയെ നന്മ കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുക. നന്മ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നന്മ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, നന്മ എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം, നന്മ എന്ന് വെച്ചാൽ നമ്മുടെ ക്ഷമ, നന്മ എന്ന് വെച്ചാൽ നമ്മുടെ ശാന്തത, നന്മ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മസംയമനം. നന്മ കൊണ്ട് നേടുക, ക്ഷമ കൊണ്ട് നേടുക, വിശ്വാസം കൊണ്ട് നേടുക. ഉണ്ടോ? മനസ്സിലായോ? അങ്ങനെ നേരിട്ട് എന്തുണ്ടായി? 15 വർഷം പ്രാർത്ഥിച്ചപ്പോൾ എന്തുണ്ടായി? അപ്പനും മാനസാന്തരപ്പെട്ടു, മകനും മാനസാന്തരപ്പെട്ടു. ഉണ്ടോ? മകൻ പിന്നീട് അച്ഛനായി, മെത്രാനായി, സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ അഗസ്റ്റിൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ അതിൻ്റെ ഏറ്റടിയിൽ കൊടുത്ത ഒരു വിചിന്തനം, ഒരു ചിന്ത ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ആ ചിന്ത ഒന്ന് കേട്ടോ, നല്ലതാണെന്ന് എനിക്ക് തോന്നി. അത് വായിച്ചപ്പോൾ നിങ്ങളോടൊന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നി. വിശുദ്ധ ജോൺ മരിയ വിയാനി എഴുതിയൊരു വാക്യമാണ് കേട്ടോ. ക്രിസ്തീയ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ നല്ലവരും ദൈവഭക്തരുമായിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഭക്തരായിരിക്കണം, ഉത്തമ ജീവിതം നയിക്കണം. വൃക്ഷം പോലെയായിരിക്കും പഴമെന്ന് ഒരു പഴമൊഴി ഉണ്ടല്ലോ, ദൈവവചനം അത് സ്ഥിരീകരിക്കുന്നു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ? ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ അച്ഛൻ ഈ പറയുന്ന വാക്കുകളൊക്കെ? ക്രിസ്തീയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജോൺ മരിയ വിയാനി പറയുക, നിങ്ങളുടെ മക്കളെ ദൈവഭക്തരായിരിക്കണമെങ്കിൽ, നല്ലവരായിരിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവഭക്തരായിരിക്കണം, നല്ലവരായിരിക്കണം. നമ്മുടെ മക്കൾ നല്ലവരായിരിക്കണമെങ്കിൽ, ദൈവഭക്തരായിരിക്കണമെങ്കിൽ ആദ്യം ആ മാതാപിതാക്കൾ നല്ലവരായിരിക്കണം, ദൈവഭക്തരായിരിക്കണം, ഉത്തമ ജീവിതം നയിക്കുന്നവരായിരിക്കണം. എന്നിട്ട് പറയുകയാണ്, കർത്താവ് പറഞ്ഞൊരു വചനം അല്ലേ, വൃക്ഷം പോലെ തന്നെയായിരിക്കും പഴം. കണ്ടോ? മനസ്സിലായോ? നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ നൽകുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ നൽകും. ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? ഇനി അടുത്ത വാക്യം വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്യമാണ് കേട്ടോ. വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ അമ്മയെ പറ്റി, മോണിക്കയെ പറ്റി പറഞ്ഞത് എന്താ? വിശുദ്ധ മോണിക്കയെ പറ്റി വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ച് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ വയ്യ. അവളുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അത് അങ്ങ് എനിക്ക് ഇത്തരം ഒരു അമ്മയെ നൽകിയത് കൊണ്ടാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മകൻ തൻ്റെ അമ്മയെ പറ്റി എഴുതി വച്ചിരിക്കുക. വിശുദ്ധ അഗസ്റ്റിൻ ഒരുപാട് പാപത്തിൽ ജീവിച്ച, ഒരു കാലത്ത് ഒരുപാട് പാപജീവിതം നയിച്ച വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ അമ്മയെപ്പറ്റി, മരിച്ചുപോയ അമ്മയെപ്പറ്റി എഴുതി വച്ചിരിക്കുന്ന വാക്ക് നോക്കുക. എൻ്റെ അമ്മയ്ക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ പോലും സാധിക്കില്ല. അത്ര അങ്ങനെയുള്ള അമ്മമാരുണ്ടോ? എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എത്രയെന്ന് വർണ്ണിക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. എൻ്റെ അമ്മയുടെ വാക്കുകളും നോട്ടവും വഴി അവൾ ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി. എൻ്റെ ദൈവമേ, ദൈവത്തോട് പറയുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുക ദൈവത്തോട്, എൻ്റെ ദൈവമേ, ഞാൻ ഇന്ന് അങ്ങയുടെ ശിശുവാണെങ്കിൽ അതിന് കാരണം എന്താ? അങ്ങ് എനിക്ക് ഇത്തരം ഒരു അമ്മയെ നൽകിയത് കൊണ്ട് മാത്രമാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ? അപ്പം നന്മ നിറഞ്ഞ ഈ അമ്മ, ഏതമ്മ? മോണിക്ക എന്ന് പേരുള്ള അമ്മ നന്മ നിറഞ്ഞ അമ്മയാണ്. ഈ അമ്മ നന്മ നിറഞ്ഞ അമ്മ, ഈ നന്മ, ഏത് നന്മ? വിശ്വാസം എന്ന നന്മ കൊണ്ട്, ക്ഷമ എന്ന നന്മ കൊണ്ട്, പ്രത്യാശ എന്ന നന്മ കൊണ്ട് പ്രാർത്ഥിച്ച് അതിനെ നേടുകയാണ്. ഏത് തിന്മയെ നേടുക? ഏത് തിന്മ? ഭർത്താവിലുള്ള തിന്മ, മകൻ്റെ തിന്മ. ഇതിനെ നേരിട്ട് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. 15 വർഷം പ്രാർത്ഥിച്ചെന്ന് പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് അതിനെ അങ്ങോട്ട് കീഴ്പ്പെടുത്തി. കണ്ടോ? മനസ്സിലായി? അമ്മ 56 വയസ്സിന് മരിച്ചുപോയി. അമ്മ
മനസ്സിലായോ? പ്രൈസലോ. അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടോ? പരിശുദ്ധ അമ്മയെ പറ്റി പറയാൻ നന്മ നിറഞ്ഞ അമ്മയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിലൊരു നന്മ നിറഞ്ഞ അമ്മയുണ്ടാവുമെന്നാണ് പറയണേ. കുടുംബത്തിലുള്ള അമ്മമാരൊക്കെ നന്മ നിറഞ്ഞ അമ്മമാരാണോ? തിരുകുടുംബത്തിൻ്റെ പ്രത്യേകത, കുടുംബത്തിൽ ഒരു നന്മ നിറഞ്ഞ അമ്മയുണ്ടായിരുന്നു, നീതിമാനായ ഒരു പിതാവുണ്ടായിരുന്നു. വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ നീതിമാനായ പിതാക്കന്മാർ, കുടുംബനാഥന്മാരുണ്ടോ? ഔസേപ്പ് പിതാവിനെ പറ്റി പറയുന്നതാണ്. മനസ്സിലായി? പിന്നെ അനുസരണയുള്ള മക്കളാണ്. അപ്പോൾ അനുസരണയുള്ള മക്കളുണ്ടാവും. യേശുവിനെ പറ്റി പറയുക, അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു, അനുസരണയോടെ ജീവിച്ചു എന്നാണ് പറയുക. മനസ്സിലായോ? അപ്പോൾ അനുസരണയുള്ള മക്കളുണ്ടാവുകയാണ്. കണ്ടോ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോഴാണ് നമ്മുടെ കുടുംബം തിരുകുടുംബമൊക്കെ ആയി മാറണേന്ന് പറയണേ കേട്ടോ. ഓക്കെ. അപ്പോൾ സ്നേഹമുള്ളവരിത് പറയുമ്പോൾ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അല്ലേ? മനസ്സിലായോ? എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു മനോഹരമായൊരു സംഭവം, ഒരു ചരിത്രത്തിൽ സംഭവിച്ചൊരു സംഭവം. അതാണ് എന്ത്? ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് തന്ന ശക്തമായൊരു പ്രചോദനമാണ് ഇത് നിങ്ങളോട് പറയാനുള്ള പ്രചോദനം. എന്ത്? പൂർവ്വ ജോസഫ്. കണ്ടോ? പൂർവ്വ ജോസഫ് മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം രക്തത്തിൽപ്പെട്ടവർ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കിണറ്റിൽ തള്ളിയിടുകയാണ്. അപ്പോൾ അസൂയ മൂലം ചെയ്യുന്നതാണ്, ഭയങ്കര അസൂയയാണ്. മനസ്സിലായോ? ജോസഫിന്, കാരണം ജോസഫിനെയായിരുന്നു അപ്പന് കൂടുതൽ ഇഷ്ടം. യാക്കോബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായിരുന്നു ജോസഫ്. ജോസഫിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പന്. പിന്നെ മാത്രമല്ല, ഇവന് കുറേ സ്വപ്നങ്ങൾ കാണുകയാണ്. അവൻ സ്വപ്നം കാണുന്നവൻ കണ്ടോ, ദർശനം കാണുകയാണ്. അപ്പോൾ അവൻ കണ്ട സ്വപ്നം എന്താണ്? ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നം ഉണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. സ്നേഹമുള്ളവർ, അതുകൊണ്ടാണ് എല്ലാവരുടെ എല്ലാം തുറന്നു പറയരുത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരുടെ എല്ലാം തുറന്നു പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഒരിക്കൽ ജോസഫിനൊരു സ്വപ്നം ഉണ്ടായി. അവനത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി. കണ്ടോ? ഇതാ പറയാണ്, എനിക്ക് ഇന്നലെ ഒരു സ്വപ്നം ഉണ്ടായേ. കൂട്ടുകാരോട് പറയാം, അതെ ഇന്നലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. കർത്താവ് ഇന്നലെ എനിക്കൊരു മെസ്സേജ് തന്നു. എന്താണ്? ഞാനിങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പാടത്ത്. അപ്പോൾ എൻ്റെ കറ്റ ഇങ്ങനെ ഉയർന്നു നിന്നു. നിങ്ങളുടെ കറ്റകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കറ്റയുടെ അടുത്ത് ഇങ്ങനെ താണു വണങ്ങി. കണ്ടോ? അപ്പോൾ അവൻ്റെ സഹോദരന്മാരെന്താ പറഞ്ഞേ? സഹോദരന്മാർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ ഈ ഉദ്ദേശിക്കുന്നത്? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവൻ്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദേഷിച്ചു. കണ്ടോ? അസൂയ. കണ്ടോ? ഭയങ്കര അസൂയ. അവന് വീണ്ടും ഒരു സ്വപ്നം ഉണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ അവന് വീണ്ടും സ്വപ്നം ഉണ്ടാവുക. എന്താ സ്വപ്നം ഉണ്ടായത്? അവൻ എൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, അതെ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നം കണ്ടു. എന്താ കണ്ടെന്നറിയോ? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവനിത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം? ഞാനും നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലം പറ്റി താണു വണങ്ങുമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. കണ്ടോ? കണ്ടോ? മനസ്സിലായോ? അസൂയ വലിയൊരു തിന്മയാണ്. ദാനിയേൽ പ്രവാചകനോട് അല്ലേ ആ ഉദ്യോഗസ്ഥർക്ക് അസൂയ തോന്നുകയാണ്. അതുകൊണ്ടല്ലേ ദാനിയേലിനെ സിംഹക്കുഴിയിൽ വന്നിട്ടത്. മനസ്സിലായോ? അങ്ങനെ പല പല സംഭവങ്ങൾ ബൈബിളിൽ എന്ത് കാരണത്താലാണ് കായേൽ സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്നത്? ദൈവം ആബേലിൽ പ്രസാദിച്ചു, കായേൽ പ്രസാദിച്ചില്ല. ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനായി തീരുമാനിന്നില്ലേ എന്ന് ദൈവം കായേലിനോട് ചോദിക്കുകയാണ്. അസൂയ മൂലം അവൻ ആബേലിനെ കൊന്നുകളയുകയാണ്. സ്വന്തം സഹോദരനെ കായേൽ കൊന്നുകളഞ്ഞു അസൂയ മൂലം. കണ്ടോ? അസൂയ വലിയൊരു തിന്മയാണ്. കണ്ടോ? മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുക, നമ്മളെല്ലാവരുടെ എല്ലാം തുറന്ന് പറയരുത്. മനസ്സിലായോ? നമ്മളിവിടുത്തെ ശുശ്രൂഷകൾ പോലും നമ്മൾ ചിലത് എല്ലാവരുടെ എല്ലാം തുറന്ന് പറയില്ലേ. കാരണം അസൂയ വന്ന് എത്രയോ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെയധികം ഉണ്ട്. ആത്മീയ ജീവിതത്തിൽ ഭയങ്കര ഒരാളുടെ വളർച്ചയിൽ, ആത്മീയ വളർച്ചയിൽ അസൂയ, പല പല മേഖലയിൽ അസൂയ വന്നെന്നറിയും. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മോട് അസൂയ തോന്നുന്ന രീതിയിലുള്ള മെസ്സേജുകളൊന്നും നിങ്ങൾ മറ്റോട് പറയരുത് കേട്ടോ. നമ്മോട് അസൂയ തോന്നുന്ന രീതിയിലുള്ള മെസ്സേജൊന്നും പുറത്ത് പോയി പറയാം. അതേ കൗൺസിലറിനെ കണ്ടു, അപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ കൗൺസിലർ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ ജോലി കിട്ടും.
2 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും, 5 മാസത്തിനുള്ളിൽ സ്ഥലം വിറ്റ് പോവും, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര വരദാനങ്ങളുണ്ട്, നിനക്ക് ഭയങ്കര രോഗശാന്തിപരം പ്രവചനവരൊക്കെ ഉണ്ട്, അത് നീ ഭാവിയിൽ ഇങ്ങനെയായി തീരും അങ്ങനെയായി തീരും, നിനക്കിത് ഇന്ന സ്ഥലത്ത് നല്ല അഡ്മിഷൻ കിട്ടും, നീ വിദേശത്ത് പോയിട്ടായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ നീ അങ്ങനെയാവും ഇങ്ങനെയാവും ഇങ്ങനെ നമ്മോട് അസൂയ തോന്നുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അത് നമ്മൾ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇപ്പോൾ എന്താ സ്ഥല വിൽപ്പന തടസ്സമുള്ളവരൊന്നും ശ്രദ്ധിച്ചോ? സ്ഥലം വിൽക്കാനായിട്ട് ഇപ്പോൾ 10 സെൻറ്റ് സ്ഥലം വിൽക്കാണ്ടിരിക്കുകയാണ്, കുറേ കാലമായി ഇങ്ങനെ കിടക്കുകയാണ്. എത്രയോ പേര് വന്ന് നോക്കിപ്പോയി, ചിലരൊക്കെ അഡ്വാൻസ് തന്നു പോയിട്ടുണ്ടാവും. പിന്നെ അവർ പറയും, അഡ്വാൻസ് തന്നിട്ട് പറയും അടുത്ത ആഴ്ച ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് വിളിക്കാം സംസാരിക്കാമെന്ന് കൊണ്ട് പോവും. പിന്നെ അവർ വിളിക്കില്ല. അതുപോലെ തന്നെ വിവാഹം വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, 2 വാക്കൊക്കെ പറഞ്ഞു പോയി, പിന്നെ എന്തെങ്കിലും കാരണത്തെ പറഞ്ഞ് പിന്നെ അവർ വരുന്നില്ല, അല്ലെങ്കിൽ ഇനി വേണ്ടാന്ന് വെച്ചാൽ അവർ മാറിപ്പോയി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇഷ്ടംപോലെ, ശമ്പള തടസ്സം, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വിദേശ യാത്രാ തടസ്സം. ഇപ്പോൾ വിസ എല്ലാം റെഡിയായി, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ എല്ലാം ശരി, ഇനി വിസ കിട്ടിയാൽ മതി. കൂടെയുള്ള എല്ലാവർക്കും വിസ കിട്ടി, അവരൊക്കെ പോയി വിദേശത്ത് പോയി, നമുക്ക് മാത്രം വിസ കിട്ടുന്നില്ല. എന്തോ ഒരു തടസ്സം പോലെ. കാരണം എന്താ, നമ്മളെല്ലാം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ കുറേ പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഇനി വിസ മാത്രമേ കിട്ടാനുള്ളൂ, അതിപ്പോൾ വിസ അടുത്ത ആഴ്ച വരുന്നതാണ് പറഞ്ഞത്. ഈ അടുത്ത ആഴ്ച അങ്ങനെ 4 പേരുടെ കൂട്ടുകാരുടെ, നാട്ടുകാരുടെ, അയൽപ്പക്കാരുടെ, അങ്ങനെ ബന്ധുക്കളോടൊക്കെ പറയും. പിന്നെ ആ വിസ എവിടേക്ക് പോയെന്നറിയില്ല, ആ ഭാഗത്തേക്ക് പിന്നെ വിസയില്ല. കണ്ടോ, മനസ്സിലായി? അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അച്ഛൻ അനുഭവിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. കണ്ടോ, മനസ്സിലായോ? എന്താ കാരണം? അത് മറ്റുള്ള അസൂയ. ഇപ്പം നിനക്ക് വിസ കിട്ടണം, നീ വിദേശത്ത് പോകണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾക്കാണ് ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു ധ്യാനത്തിലത് പറഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഓടി വന്നു. ആ ചേച്ചി പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് എത്രയോ കറക്റ്റാണ് അച്ഛാ. കാരണം എൻ്റെ മോൾക്ക് ജോലി ചെയ്യുകയാണ്, അവൾ എന്തോ ടീച്ചർ എന്തിനാണോ ജോലി ചെയ്യുകയാണ്, ഗവൺമെൻറ് ജോലിയാണ്, ശമ്പളം കിട്ടിയിട്ടില്ല, വർഷങ്ങളായിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ്. പക്ഷേ ശമ്പളം കിട്ടാതെ ഒരുപാട് വിഷമിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് എന്തൊക്കെയോ ചെയ്ത് അവസാനം ഒരു കല്യാണ പന്തലിൽ ഒരു ബന്ധുവിൻ്റെ കല്യാണമാണ്, ഒരു റിലേറ്റീവിൻ്റെ കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ മെസ്സേജ് വന്നു, അല്ലെങ്കിൽ അവിടുന്ന് വിളിച്ചറിയിച്ചു, ഇദ്ദേഹത്തിന് വർഷങ്ങളായി കിട്ടാനുള്ള ആ ശമ്പളം മുഴുവനും ഗവൺമെൻറ് പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, ലക്ഷക്കണക്കിന് രൂപ അത് തരാനായിട്ട് ഗവൺമെൻറ് പാസ്സാക്കി എന്ന അറിയിപ്പ് ഇവർക്ക് കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് ഹല്ലേലൂയ. സന്തോഷമായി, ഭയങ്കര സന്തോഷം. ഈ സന്തോഷം അടക്കാനാവാതെ ഈ സന്തോഷം ഇവളുടെ കൂട്ടുകാരിയോട്, ബന്ധുവിൽ പെട്ട ഒരാളോട് പറഞ്ഞു, അതെ എനിക്ക് ഇത്ര കാലത്തെ ശമ്പളം മുഴുവനും പാസ്സായിട്ടോ എന്ന് സന്തോഷം അറിയിക്കുക. ഉടനെ തന്നെ അവൾ വേറൊരാളോട് പറഞ്ഞു. അങ്ങനെ ആ കല്യാണ പന്തൽ മൊത്തം അറിഞ്ഞു, ഇവൾക്ക് കിട്ടാനുള്ള വലിയൊരു പൈസ പാസ്സായി കിട്ടി എന്നറിഞ്ഞു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു, ഇതുവരെ പൈസ കയ്യിൽ കിട്ടിയിട്ടില്ല. ഉണ്ടോ? ഇതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷം കഴിഞ്ഞു, ഇതുവരെ സംഭവം കയ്യിൽ കിട്ടേണ്ട സാധനം കയ്യിൽ കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതാണ് പ്രഭാഷകൻ 8:19 വചനം. 8:19 വലത് എഴുതി പിടിച്ചോ. പ്രഭാഷകൻ 8:19 വചനം നേരിട്ട് പറയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് തടസ്സം കൊണ്ടുവരുന്നൊരു മേഖലയാണത്. നിൻ്റെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടൊക്കെ പറഞ്ഞോ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരോട് പറഞ്ഞോ. പക്ഷേ ഒരുപാട് പേര്, കൂട്ടുകാർ, പ്രാർത്ഥന ഗ്രൂപ്പിൽ അംഗങ്ങൾ ഉണ്ടോ, നമ്മൾ പരിചയമുള്ള പ്രാർത്ഥന ഗ്രൂപ്പ് അംഗങ്ങളെ അയൽപ്പക്കത്ത് അവിടെ ഇവരുടെ എല്ലാവരും പറയാതെ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിനക്ക് ജോലി കിട്ടണമെന്നും നിനക്ക് വിദേശയാത്ര പോകണമെന്നും നീ അങ്ങനെ ആവണമെന്ന് ഇങ്ങനെ ആവണമെന്നൊന്നും ആരാ ആഗ്രഹിക്കണം നീ അങ്ങനെ ആവണമെന്ന്? ഒരുപക്ഷെ നിൻ്റെ അപ്പൻ ആഗ്രഹിക്കും, അമ്മ ആഗ്രഹിക്കും, നിൻ്റെ ഭാര്യ ഭർത്താവ് അങ്ങനെ പ്രിയപ്പെട്ടവർ, അത്രയും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ആഗ്രഹിക്കും. അല്ലാതെ ആരാണ് നിനക്ക് ജോലി കിട്ടാനും നീ വലിയ വളർച്ചയിലേക്ക് എത്താനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവോ? ഈ അസൂയ എന്ന പാപം എല്ലാവരുടെയും രക്തത്തിൽ കലർന്നൊരു പാപമാണ് അസൂയ. കണ്ടില്ലേ? സഹോദരന്മാരാണ്, സ്വന്തം രക്തത്തിൽപ്പെട്ടവർക്കാണ് അസൂയ വന്നത്. അല്ലാണ്ട് അയൽപ്പക്കാർക്ക്, ശത്രുവിന് അസൂയ തോന്നി, അങ്ങനെയല്ല. സ്വന്തം രക്തത്തിൽപ്പെട്ടവർക്ക് പോലും ഉണ്ട് അസൂയ. മനസ്സിലായോ? ആത്മീയ മേഖലയിൽ അസൂയ, ഭൗതിക വളർച്ചയിലുള്ള അസൂയ ഉണ്ട്. അസൂയ മൂലം അപ്പോൾ അസൂയ വരുമ്പോൾ നശിപ്പിക്കാൻ നോക്കും, കൊല്ലാൻ നോക്കും, കുറ്റം പറയാൻ നോക്കും, പിന്നെ അപവാദം പറഞ്ഞു വരുത്താൻ നോക്കും, നിന്ദിക്കാൻ നോക്കും. അങ്ങനെയല്ലേ
യേശുവിനോട് അസൂയ തോന്നിയില്ലേ ശത്രുക്കൾക്ക്? ദാനിയേൽ പ്രവാചകനോട് അസൂയാണ് തോന്നിയത്. മനസ്സിലായോ? എത്രയോ പേർക്ക് ഇത് വേണ്ടില്ലേ? ജോസഫിനോട് അസൂയ തോന്നാണിരുന്നു അവർക്ക്. അസൂയ തോന്നിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ പറ്റി പറയുന്നുണ്ടല്ലോ അവിടെ, ആ വ്യക്തിയോട് അസൂയ തോന്നാണ് ശത്രുക്കൾക്ക്. ഹാമാന് ഇങ്ങനെ അസൂയ തോന്നാണ്. അസൂയ മൂലമാണ് നശിപ്പിക്കാൻ നോക്കുക. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർക്കാണ്, സെമിനാരിൽ ചേർന്ന സമയം വർഷങ്ങൾക്ക് മുമ്പ് 2004 സെമിനാരിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വീട്ടിൽ ഒരാഴ്ച 10 ദിവസം മുടക്കുണ്ടാവും. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ധ്യാനിക്കാൻ വേണ്ടി ഒരു ധ്യാന സെൻ്ററിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ സ്പിരിച്വൽ ഷെയറിങ്ങിന് വിളിച്ചു. അപ്പോൾ ഞാൻ സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് ചെന്നിരുന്നു. അപ്പോൾ ഒരു സഹോദരിയാണ്. ആ സഹോദരി പേര് ചോദിച്ചു, പേര് പറഞ്ഞു. അദ്ദേഹം ആ സഹോദരി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ വൈദികരെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വൈദികരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു, ഇല്ല ചേച്ചി, ഞാൻ വൈദികരെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി വീണ്ടും പ്രാർത്ഥിച്ചു, വൈദികരായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, അടുപ്പുണ്ടോ, വൈദികരായിട്ട് വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വൈദികരായിട്ട് വേറെ ഒന്നും ഓർക്കുന്നില്ല. വീണ്ടും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു. ആ ചേച്ചി പറഞ്ഞു, വൈദികരെയാണല്ലോ കാണിക്കണേ, വൈദികരാണല്ലോ ഇടത്തോളം വരെയുള്ള ഉടുപ്പിടുന്നത്, വൈദികരല്ലേ ഇത്രത്തോളം ഉടുപ്പിടുക. അപ്പോൾ വൈദികൻ്റെ കൈയാണല്ലോ, ഒരു വൈദികൻ്റെ കൈയാണല്ലോ കർത്താവ് കാണിക്കണേ, വൈദികരായിട്ട് ഒന്നും ഓർക്കുന്നില്ല സഹോദര. അപ്പോൾ അദ്ദേഹം ഞാൻ വീണ്ടും പറഞ്ഞു, ഞാനൊരു വൈദികനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സഹോദരി എന്നെങ്കിലും ഒരു നോട്ടം നോക്കി എന്നോട് പറഞ്ഞു, സഹോദര അത് വന്നിരിക്കുമ്പോൾ തന്നെ പറയണ്ടേ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ബ്രദർ തീർച്ചയായിട്ടും ഒരു വൈദികനായിത്തീരും. കാരണം ബ്രദർക്ക് നല്ല ദൈവവിളിയുണ്ട്, വൈദികരാകാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ് ബ്രദർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ബ്രദർ ഒരു വൈദികനായിത്തീരും. ഇനി രണ്ടാമതൊരു കാര്യം ഇതാണ്, വൈദികനായി പട്ടം കിട്ടുന്നതിന് മുമ്പ് ഒരു 3-4 വരങ്ങളുടെ പേര് പറയുകയാണ്. ഇന്ന വരങ്ങളൊക്കെ ബ്രദർക്ക് കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. വൈദികനായി പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ വരങ്ങളൊക്കെ ബ്രദർക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ പട്ടം കിട്ടിയതിന് ശേഷം വിശുദ്ധ കുർബാന എടുത്ത് ആശീർവാദം കൊടുക്കുമ്പോൾ 100 കണക്കിന് ആൾക്കാർക്ക് രോഗശാന്തി ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ, ഇത് ആരോടും പറയരുത്. കണ്ടോ, ഇത് സംഭവിക്കണ വരെ ഈ കാര്യം ആരോടും പറയരുത്. എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ, ഇതൊക്കെ തക്ക സമയത്ത് സംഭവിക്കും. കൗൺസിലിംഗ് കഴിഞ്ഞു, സ്പെഷ്യൽ ഷെയറിങ് കഴിഞ്ഞു കേട്ടോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ അച്ഛൻ്റെ ഡയറിയിൽ ഇരിക്കുന്നുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു, ഇതാരോടും പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ ആളോടും ഞാൻ അച്ഛൻ വേണ്ടിയിട്ടില്ല. മനസ്സിലായോ? ഒരാളും മിണ്ടാതെ വെച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും ആ ചേച്ചി പറഞ്ഞത്, ഓരോ വർഷങ്ങൾ 10-14 വർഷം പഠിക്കണം അച്ഛനാവാനായ വൈദികനാവാൻ CMI സഭയിൽ. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ 12 വർഷത്തെ +2 കഴിഞ്ഞ് പോകുമ്പോൾ 12 വർഷം, ഈ 12 വർഷത്തെ പഠനത്തിൽ ഒരാളോട് പോലും ഇക്കാര്യം പറഞ്ഞിട്ട്, അതേ ഞാൻ കൗൺസിലിംഗ് പോയപ്പോൾ എന്നോടേ ഇങ്ങനെ പറഞ്ഞേ, അങ്ങനെ പറഞ്ഞേ, ഇത് പറഞ്ഞേ, ഞാനൊരു മഹാസംഭവമായി തീരെ, എനിക്ക് ഒരുപാട് വരദാനങ്ങൾ കിട്ടേ, ഇതൊന്നും ആരോടും പറഞ്ഞില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ച് കാത്തിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കും, ദൈവമേ ആ ചേച്ചി പറഞ്ഞത് ഇതുവരെ സംഭവിച്ചില്ലല്ലോ. വർഷങ്ങൾ കഴിഞ്ഞു. പട്ടം കിട്ടുന്നതിനൊരു 5 മാസം മുമ്പ് ഞാൻ ഇരിഞ്ഞാലക്കുട കാട്ടൂര് പള്ളിയിൽ, ഒരു കൊച്ചു പള്ളിയാണ് സെൻറ്റ് മേരീസ് ചർച്ച് കാട്ടൂർ, ഒരു 230 വീട്ടുകാരുള്ള ഒരു കൊച്ചു പള്ളി. അവിടെ ഒരു 5 മാസത്തെ ഡീക്കൺ മിനിസ്ട്രി. ആ സമയത്ത് അവർ എന്നെ ഏൽപ്പിച്ച, അവിടുത്തെ ചേച്ചിമാർ എന്നെ ഏൽപ്പിച്ച മധ്യസ്ഥ പ്രാർത്ഥന എന്നു പേരുള്ള ശുശ്രൂഷ, എല്ലാ തിങ്കളാഴ്ചയും 1:30 മുതൽ 3:30 വരെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന. ആ ശുശ്രൂഷ ലീഡ് ചെയ്യാൻ അവരെന്നെ ഏൽപ്പിച്ചു. ആ ലീഡിങ്ങിലൂടെ, അല്ലെങ്കിൽ ആ ശുശ്രൂഷ നേതൃത്വം കൊടുത്തതിലൂടെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കർത്താവ് എനിക്ക് ഈ വരങ്ങൾ ധാരാളമായിട്ട് തരികയാണ്. അങ്ങനെ ഈ വരങ്ങൾ ആ ശുശ്രൂഷയിലൂടെ വളർന്നു. അങ്ങനെ പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കൗൺസിലർ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ വരദാനങ്ങളൊക്കെ കർത്താവ് എനിക്ക് തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ പട്ടം കിട്ടിയതിന് ശേഷം വിശുദ്ധ കുർബാന എടുത്ത് ആശീർവദിക്കുമ്പോൾ 100 കണക്കിനല്ല, 1000 കണക്കിനല്ല, 10,000 കണക്കിന് മക്കൾക്ക് രോഗശാന്തിയും വിടുതലും സൗഖ്യവും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മഹാ അത്ഭുതങ്ങൾ. അച്ഛൻ്റെ ടീമിലെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലെ ചേച്ചിമാർ, ഒരു സഹോദരി എന്നോട് ഈ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദർശനം കർത്താവ് കാണിച്ചത്, ഈ പരിശുദ്ധ ആത്മാവ് ക്യാമറയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ക്യാമറയുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഏതിൻ്റെ ഉള്ളിലൂടെയാണ് കടന്നു പോകുന്നത്? ക്യാമറയുടെ ഉള്ളിലൂടെ. കണ്ടോ?
അപ്പോൾ ഇത് ഓൺലൈനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ഭുത ജപമാല ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു മഹാശുശ്രൂഷയാണ് അത്ഭുത ജപമാല വിശുദ്ധ അന്തോണീസ് നൊവേന. അത്ഭുത പെരുമഴ സംഭവിക്കുകയാണ്. ഈ ഇന്നലെ ഇവിടെ കഴിഞ്ഞ ധ്യാനത്തിൽ ആളുകൾ സാക്ഷ്യം വന്നപ്പോൾ എല്ലാം അച്ഛൻ വിളിച്ചു പറഞ്ഞു അത്ഭുത ജപമാല അച്ഛൻ വിളിച്ചു പറഞ്ഞു. ഇപ്പം ഇന്നും കേൾക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛൻ്റെ ഇന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, പേരും വീടും സ്ഥലവും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അത്ഭുത ജപമാലയിൽ കണ്ടില്ലേ, ഓൺലൈനിലൂടെ പരിശുദ്ധാത്മാവ് സാറ്റലൈറ്റായിട്ട് പോവുകയാണ്. ശാലോമിലൂടെ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ ശാലോമിൽ എൽറുഹ ദൈവവചന ശുശ്രൂഷ എന്ന ശുശ്രൂഷയുണ്ടായി. ഇതേ പരിശുദ്ധാത്മാവ് സാറ്റലൈറ്റായിട്ടാണ് പോയിരുന്നത് അല്ലേ, മനസ്സിലായോ? അതിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. പേര് പറഞ്ഞ് ഷീന എന്ന മകളുടെ വേരിക്കോസ് കർത്താവ് സുഖപ്പെടുത്തുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഹൈപ്പർ ആക്ടിവിറ്റി കർത്താവ് സുഖപ്പെടുത്തുന്നു. ജോഷി എന്ന മകൻ്റെ ചൊറിച്ചിൽ കർത്താവ് സുഖപ്പെടുത്തുന്നു. ജോഷി എന്ന പേര് പറയുമ്പോൾ തന്നെ ഇവിടെ ആരെങ്കിലും ജോഷി എന്ന പേരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാമോ? ജോഷി എന്ന പേരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവീശിക്കുക. 2 പേരുണ്ടോ? 2-3 പേരുണ്ട് അല്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഏതൊരു ജോഷീനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ നമ്മുടെ പൂർവ്വ ജോസഫ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കിട്ടിയ സ്വപ്നങ്ങളൊക്കെ എല്ലാവരും പങ്കുവെച്ചു. അത് പറഞ്ഞു വെച്ചപ്പോൾ അവർ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സേവിക്കുന്ന. അപ്പം പറഞ്ഞു, ഞാനും എൻ്റെ അമ്മയും കൂടി നിന്നെ വണങ്ങുന്നാണ് നീ പറയണേ. എന്തായാലും അപ്പൻ അതൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പന് അസൂയൊന്നും വന്നില്ല. പക്ഷേ സഹോദരന്മാർക്ക് എന്തുണ്ടായി? ഭയങ്കര അസൂയ തോന്നുകയാണ്. അസൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എന്തുണ്ടായി? ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ ആലോചിച്ചു. അദ്ദേഹത്തെ അവർ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു. കൊല്ലാനാണ് നോക്കിയത്, കൊല്ലാനാണ് എല്ലാവരും തീരുമാനിച്ചത്. കൊല്ലാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു, ഇവനെ കൊല്ലാം എന്ന് തീരുമാനിച്ചു. പക്ഷേ റൂബൻ, അതിലൊരാളുടെ പേരാണ് റൂബൻ, ജോസഫിൻ്റെ ഒരു സഹോദരൻ്റെ പേരാണ് റൂബൻ പറഞ്ഞു, കൊച്ചിൻ്റെ മേൽ കൈവയ്ക്കരുത് കേട്ടോ, കൊച്ചിനെ കൊല്ലരുത് എന്ന് റൂബൻ പറഞ്ഞു. അങ്ങനെ റൂബൻ പറഞ്ഞു, എന്നാൽ ശരി, നമുക്ക് ഇവനെ കൊല്ലണ്ട, നമുക്ക് ഇവനെ കിണറ്റിൽ തള്ളിയിടാം. അങ്ങനെയാണ് ഇവർ കിണറ്റിൽ തള്ളിയിട്ടു. പിന്നെ വേറെ ഇസ്മായിൽക്കാർക്ക് വിറ്റു. അങ്ങനെ ജോസഫിൻ്റെ കഥ നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരന്മാർ തന്നെ ഈ ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മഹാസംഭവം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവർ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് ജോസഫിനോട്. സഹോദര, ഞങ്ങൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ജോസഫിനോട് പറഞ്ഞു, അങ്ങയുടെ സഹോദരന്മാരുടെ തെറ്റുകളും കുറ്റങ്ങളും ദയവായി അവരോട് ക്ഷമിക്കുക. അവർ അങ്ങയെ ദ്രോഹിച്ചു. അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ തെറ്റുകൾ പൊറുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവർ ഇത് പറഞ്ഞപ്പോൾ ജോസഫ് കരഞ്ഞുപോയി. കണ്ടോ, സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ മുമ്പിൽ വീണുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? എന്നിട്ട് ജോസഫ് പറഞ്ഞ വാക്ക് അതാണ് നമുക്ക് ഇന്നത്തെ സന്ദേശം കേട്ടോ. ജോസഫ് എന്താ പറഞ്ഞേ? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകം പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് അത് ചെയ്തത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പോറ്റിക്കൊള്ളാം. അങ്ങനെ അവൻ അവരെ ധൈര്യപ്പെടുത്തുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തു. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു മെസ്സേജാണ് ടച്ചിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് തുടങ്ങിയ ക്ലാസ് ഒരു സന്ദേശമാണ്. ഈ കർത്താവിൻ്റെ സന്ദേശത്തെ നിസ്സാരമായിട്ട് കരുതരുത്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുക. ജോസഫിനെതിരെ വന്ന തിന്മ, സഹോദരന്മാരെല്ലാവരും ചെയ്ത് തിന്മ, മഹാദ്രോഹം. എത്രയോ വർഷങ്ങളോളം അവൻ ആ ദ്രോഹത്തിലൂടെ 16-17 വയസ്സിലങ്ങടെ ഉണ്ടാവണം, 17ാമത്തെ വയസ്സിലങ്ങടെ കിണറ്റിൽ തള്ളിയിടണേ. എത്രയോ കാലം അദ്ദേഹം ഈ വലിയ പീഡനത്തിലൂടെയും പിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിൽ ആദ്യം കിണറ്റിലിട്ടു, പിന്നെ ഇത് പൊക്കിയെടുത്ത് ഇസ്മായിലർക്ക് വിറ്റു, അവിടെ അടിമയായിട്ട് ജീവിച്ചിട്ടായിരിക്കും. അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് വിറ്റു, പിന്നെ പൊത്തിഫറിൻ്റെ വീട്ടിലെത്തി, പിന്നെ കുറേ നാൾ ജയിലിൽ കിടന്നു. എന്തെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്ഥാനത്ത് എത്തിയെന്നറിയും. മനുഷ്യൻ തിരിഞ്ഞു മറിഞ്ഞ് അവസാനം എന്തുണ്ടായി? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി മാറ്റി. അവരദ്ദേഹത്തെ പാതാളത്തോളം താഴ്ത്തി, പക്ഷേ ദൈവം അവനെ ആകാശത്തോളം ഉയർത്തി. വലിയ തുടങ്ങി ഹല്ലേലൂയ. ഇതാണ് പറയുക. ഫിലിപ്പി 1:12 പറയുകയാണ്, പൗലോസ്ലീഹ പറയുകയാണ്, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വലത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? എനിക്ക് സംഭവിച്ചതെല്ലാം പൗലോസ്ലീഹയുടെ അവസ്ഥ തന്നെയായിരുന്നു. തിന്മയോ നന്മ കൊണ്ട് ഇടുക. അതുകൊണ്ടാണ് ജോസഫ് പറഞ്ഞത്. ജോസഫ് ഒരു കാല് പിടിക്കുകയാണ് ജോസഫിൻ്റെ. അപ്പോൾ ജോസഫ് പറഞ്ഞു, അതൊക്കെ പോക്കോ, അതും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. മനുഷ്യൻ ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? അദ്ദേഹം സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയാക്കി മാറ്റി.
എന്തിനു വേണ്ടിയിട്ട് ദൈവം അങ്ങനെ നന്മയാക്കി മാറ്റിയേ? ഇങ്ങനൊരു ക്ഷാമം വന്നപ്പോൾ നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം എന്നെ ആദ്യപടിക്ക് വിട്ടതാണ്. അതുകൊണ്ട് ആരും പേടിക്കുക, സങ്കടപ്പെടുന്നതും വേണ്ട. മനസ്സിലായോ? ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ആരും വിഷമിക്കേണ്ട. മനസ്സിലായോ? ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത് അച്ഛനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സെൻറ്ററിനെതിരെയും അച്ഛനെതിരെയും ഒരുപാട് ദുരാരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തന്ന സന്ദേശമാണ് അച്ഛപ്പോൾ പറഞ്ഞത്. ഫിലിപ്പി 1:12, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് നിങ്ങളറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വല്ല തുടങ്ങി ഹല്ലേലൂയ. ഉണ്ടോ? എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം സുവിശേഷത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ദൈവം നന്മയ്ക്കാക്കി ദൈവം അതിനെ മാറ്റുകയാണ്. മനസ്സിലായി? അപ്പോൾ നമ്മളതിനെ എങ്ങനെ നേരിടണം? നിന്ദിക്കുമ്പോൾ തിരിച്ച് നിന്ദിക്കുക, പ്രതികരിക്കുക, അധികാരം ചെയ്യലല്ല. ദൈവം എങ്ങനെയാണ് നേരിടുക? നന്മ കൊണ്ട് നേരിടുക, വിശ്വാസം കൊണ്ട്, ക്ഷമ കൊണ്ട്, എളിമ കൊണ്ട്, ശാന്തത കൊണ്ട് അതിനെ നേരിട്ട് നോക്കിയേ. മനസ്സിലായോ? ദൈവം നമുക്ക് വലിയ പ്രതിഫലം നമുക്ക് തരും. ഈ മെസ്സേജ് കർത്താവ് തരികയാണ്. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അത്ഭുതപ്പെടുന്ന വെച്ചാൽ ഈ കാര്യം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ സ്പർശിച്ചൊരു വാക്കുകൂടി അച്ഛൻ നിങ്ങളോട് പറയുകയാണ്. അത് ഈ ഗ്രൂപ്പിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് അത് വേറെ ഒന്നല്ല സ്നേഹമുള്ളവർ, ഇവർ ഈ ജോസഫിനെ പീഡിപ്പിച്ച, വേദനിപ്പിച്ച, പൊട്ടക്കിണറിൽ തള്ളിയിട്ട സഹോദരന്മാർ ദാരിദ്ര്യം വന്നപ്പോൾ ജോസഫിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ജോസഫിനെ അവർ തിരിച്ചറിഞ്ഞു. മനസ്സിലായോ? അത് ജോസഫാണെന്ന് മനസ്സിലായി. ഞങ്ങളന്ന് തള്ളിയിട്ട, കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തിയ വ്യക്തിയാണെന്നൊക്കെ ഒരിക്കൽ മനസ്സിലായി. ഇത് മനസ്സിലായപ്പോൾ റൂബൻ, കണ്ടില്ലേ ആ പേര് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? റൂബൻ, അതിൽ സഹോദരൻ്റെ ഒരാളുടെ പേരാണ് റൂബൻ. പറഞ്ഞു കണ്ടല്ലേ? മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, അവർ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ് തീർച്ച. അവൻ അന്ന് അപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ? ഈ വചനഭാഗം വായിച്ചു പോയപ്പോൾ അച്ഛന് പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് ചെയ്തൊരു വചനഭാഗമാണിത്. റൂബൻ പറഞ്ഞു, അന്ന് ഞാൻ ആ കുട്ടീനെ കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുത് കേട്ടോ, അബോർഷൻ ചെയ്യരുത് കേട്ടോ, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നിങ്ങളത് കേട്ടില്ലല്ലോ. ഇപ്പോൾ ആ കുട്ടിയുടെ രക്തം നമ്മോട് പകരം ചോദിക്കുകയാണ്. മനസ്സിലായോ? കുട്ടിക്കെതിരെ തെറ്റ് ഒരുപാട് അബോർഷൻ ചെയ്ത ആളുകൾ മക്കൾ വരും. അപ്പോൾ അബോർഷൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം എന്തുണ്ടാവും? ഇവിടെ ജീവിതത്തിൽ ഒരുപാട് 20 വർഷം 25 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് സഹനം വരിക. ഇപ്പോൾ ഉള്ള കുട്ടികളിൽ വല്ലതും വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ യൂട്രസിൽ ക്യാൻസർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ, ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാവില്ല. അബോർഷൻ ചെയ്തവരെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയുള്ള മക്കൾ ധ്യാനിക്കാൻ വരാറുണ്ട്. പറഞ്ഞു പിടിച്ചപ്പോൾ കീറാമുട്ടി പ്രശ്നങ്ങളായിട്ട് ചോദിച്ചു പിടിച്ച് വരുമ്പോൾ അബോർഷൻ ഇതായിരിക്കും. മനസ്സിലായോ? അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം അധ്യായം ജ്ഞാനം 12:6 ആ വചനം കൊണ്ടൊന്ന് വായിക്കാം. ജ്ഞാനം 12:6 വചനം എന്താണെന്നറിയോ? നിഷ്കളങ്കരായ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ ദൈവം തിരുമനസ്സായി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? നിഷ്കളങ്കരായ നിസ്സഹായരായ കുഞ്ഞുങ്ങൾ. കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് നിന്നോട് പറഞ്ഞില്ലേ? നിഷ്കളങ്കരായ നിസ്സഹായരായ കുഞ്ഞുങ്ങളല്ലേ? കുഞ്ഞ് വയറ്റിലാണ്. ഈ കുഞ്ഞ് നിസ്സഹായ അവസ്ഥയാണ്. ഇതിന് ഓടി രക്ഷപ്പെടാൻ പറ്റുമോ വയറ്റിൽ നിന്ന്? ഇത് അമ്മയെന്ന് വിളിച്ച് കരയുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ രക്ഷിക്കേണ്ട അമ്മ തന്നെയാണ് കൊല്ലുന്നതും, അല്ലെങ്കിൽ അപ്പം തന്നെയാണ് കൊല്ലുന്നത്. സംരക്ഷിക്കേണ്ടവരാണ് കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്നവർ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യക്തമായ സന്ദേശം കർത്താവ് തരുന്നു. അബോർഷൻ ചെയ്യാൻ, ഗർഭഛിദ്രം ചെയ്യാൻ ചിന്തിക്കുന്ന ആരെയോ പരിശുദ്ധാത്മാവ് കാണിക്കുക. ഇവിടെയോ അത് ഓൺലൈനോ ഇരുന്ന് കാണുന്നുണ്ട്. അബോർഷൻ ചെയ്താലോ ഗർഭഛിദ്രം ചെയ്താലോ മലയാളത്തിലാണ് ഈശോ വായിൽ തരിക. ഗർഭഛിദ്രം എന്നുള്ള വാക്ക് വായിൽ ഈശോ തരികയാണ്. അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരോ ഈ സമൂഹത്തിൽ കൊച്ചിന് വളർച്ചക്കുറവുണ്ട്, ഉയർച്ചക്കുറവുണ്ട്, വെള്ളം കുറവുണ്ട്, അതുകൊണ്ട് അതിനെ കളഞ്ഞോ, ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണയിൽ അന്ന് കളയാമെന്ന് ഏകദേശം ചിന്തിച്ചിരിക്കുന്ന ആരോയോ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ഓൺലൈനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
കണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. നിഷ്കളങ്കരായ നിസ്സഹായകരായ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ മാതാപിതാക്കൾ, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് നിങ്ങളോട് കേണപേക്ഷിച്ചിട്ട് നിങ്ങളത് കേട്ടില്ലല്ലോ. ഇപ്പം ആ കുട്ടിയുടെ രക്തമാണ് നമ്മോട് പ്രതികാരം ചെയ്യുന്നത്. റൂബൻ പറഞ്ഞു, കണ്ടോ? റൂബൻ പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചവരെ ദൈവം നശിപ്പിക്കാൻ ദൈവം തിരുമനസ്സായിരുന്നു. അതാണ് ഞാനതിൻ്റെ പുസ്തകം 12:6 എഴുതി വെച്ചിരിക്കുക. അലൈഹിസ്സലാം. ഇത് പറഞ്ഞേ ഹാലേ ലുയ്യാ, വിശുദ്ധി പറഞ്ഞേ ഹാലേ ലുയ്യാ. അപ്പോൾ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ കൊച്ചിന് വളർച്ചക്കുറവുണ്ട്, ഉയർച്ചക്കുറവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കൊച്ചിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാവും, അതുണ്ടാവും, ഇതുണ്ടാവും, എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തിന്മ വരുമ്പോൾ അതിനെ നന്മ കൊണ്ട് നേരിടുക. ഇതാണ് ഏറ്റവും നല്ല മാർഗം. തിന്മകൾ വരുമ്പോൾ അതിനെയൊക്കെ നന്മ കൊണ്ട് നേരിടാനായിട്ട് പരിശീലിക്കുക. അതാണ് ഈശോ. അപ്പോഴാണ് നമ്മളൊക്കെ വിശുദ്ധരായി തീരുക. അതാണ് വിശുദ്ധ ജിയന്ന ബെരേറ്റ മോള, കേട്ടോ. 2 ഉദാഹരണം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ജിയന്ന ബെരേറ്റ മോളയുടെ ജീവിതം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഇറ്റാലിയൻ ഡോക്ടറാണ്. ജിയന്ന ബെരേറ്റ മോള ഒരു ഇറ്റാലിയൻ ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റായി. 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തുണ്ടായത്? അവളുടെ വയറ്റിൽ വലിയൊരു ട്യൂമർ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഡോക്ടർമാർ അതിനെപ്പറ്റി പരിശോധിച്ചിട്ട് പറഞ്ഞു, അതെ, ഏതെങ്കിലും ഒന്നേ നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ കേട്ടോ. ഒന്നാണെങ്കിൽ നമുക്കത് ട്യൂമർ എടുത്ത് കളയണം. ട്യൂമർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും കൊച്ചിനെ കളയേണ്ടതായിട്ട് വരും. ട്യൂമർ എടുത്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കൊച്ചിനെ നമ്മൾ കൊന്നുകളയേണ്ടി വരും, അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ്. മനസ്സിലായോ? അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അവൾ പറഞ്ഞു അത് പറ്റില്ല. അവളിങ്ങനെ പിന്നെ ചർച്ചയായി, സംസാരമായി, വർത്താനായി, പരിശോധനയായി. അവസാനം ഈ ജിയന്ന ബെരേറ്റ മോള ഡോക്ടർമാരോട് ഇങ്ങനൊരു കാര്യം പറയുകയാണ്. പ്രസവത്തിൻ്റെ സമയത്ത് എനിക്കും കുഞ്ഞിൻ്റെയും ഇടയിലൊരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, കുഞ്ഞിനെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കും കുഞ്ഞിൻ്റെ ഇടയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, കുഞ്ഞിനെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പ്രസവ സമയമായി. ഈ ട്യൂമർ എടുത്ത് കളയാൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല ഈ പെങ്കൊച്ച്. ഇറ്റാലിയൻ ഡോക്ടറാണ്, അൽമായ സ്ത്രീയാണ്. അപ്പോൾ പ്രസവത്തിൻ്റെ സമയമായി. എന്തുണ്ടായി? അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി, കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഡോക്ടർമാർ കൂടുതൽ പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൻ്റെ ഇടയിൽ ആര് മരിച്ചു? അമ്മ മരിക്കുകയാണ്. കണ്ടോ? മനസ്സിലായോ? കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കിയപ്പോൾ, അതാണ് ഇവള് പറഞ്ഞിരുന്നത്, എനിക്കും കുഞ്ഞിനിടയിലൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നാൽ ഒട്ടും സംശയിക്കേണ്ട, അത് കുഞ്ഞിനെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. തിന്മയെ നന്മ കൊണ്ട് നേടുകയാണ്. മനസ്സിലായോ? തിന്മയെ നന്മ കൊണ്ട് നേടുകയെന്ന് വെച്ചാൽ ഈ ലോകത്ത് എത്രയോ പേരാണ് അബോർഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതും ഒരു കുഞ്ഞു പോലും ഇല്ല, അപ്പോഴും അബോർഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തൻ്റെ 1ാമത്തെ കുഞ്ഞിന്, 2ാമത്തെ കുഞ്ഞ്, 3ാമത്തെ കുഞ്ഞ്, അതല്ലാട്ടാ, തൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് മരിക്കുകയാണ്. അപ്പോൾ അത് മാർപ്പാപ്പ നോട്ട് ചെയ്യുകയാണ്. ഇത്രയധികം അബോർഷൻ ഈ ലോകത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ തൻ്റെ 1ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആദ്യമായിട്ട് പ്രഗ്നൻ്റായി. അപ്പോൾ ഇങ്ങനൊരു ട്യൂമർ ഉണ്ടായി. അപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അമ്മ അബോർഷൻ ചെയ്തു, അമ്മ മരിച്ചു. അങ്ങനെയല്ല, 2ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, 3ാമത്തെ കുഞ്ഞിന് വേണ്ടി, തൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരമ്മ തൻ്റെ ജീവൻ വേണ്ടെന്ന് വയ്ക്കുകയാണ്. മനസ്സിലായോ? അതാണ് തിന്മ എന്ന് വെച്ചാൽ. ആ തിന്മയെ നന്മ കൊണ്ട് ഒരു അമ്മ നേരിടുന്നത്, അതവരൊക്കെ നന്മ നിറഞ്ഞ അമ്മമാരാണ്. മനസ്സിലായോ? ഉണ്ടോ? അതുകൊണ്ടാണ് അവർക്കൊക്കെ അത്രയും ഇതുപോലെയൊക്കെ നേരിടാൻ പറ്റുന്നത്. വിശ്വാസം കൊണ്ട് നേരിടുകയാണേ. പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. ആ മകളെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്നാണ് അച്ഛൻ്റെ ഒരു വിശ്വാസം. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു. ആ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആ ചടങ്ങിൽ ഈ ജിയന്ന ബെരേറ്റ മോളയുടെ ഭർത്താവും ഈ മക്കളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? തിന്മയെ നന്മ കൊണ്ട് നേടുക. ഒരു വചനഭാഗം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായമാണ്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം. അവിടുത്തെ നബൂഖദ്നേസർ രാജാവ് ആ രാജാവിനെ വലിയൊരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ പറയുകയാണ്. അപ്പോൾ 3 യുവാക്കന്മാർ പറഞ്ഞു, അത് ഞങ്ങൾ വിഗ്രഹാരാധന നടത്തില്ല. ഏത് യുവാക്കന്മാരാ? യഹൂദരായിട്ടുള്ള 3 യുവാക്കന്മാർ. അതാണ് ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ. ഈ 3 യുവാക്കന്മാർ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും ഈ വിഗ്രഹത്തെ ആരാധിക്കില്ല. വലുത് പറഞ്ഞേ ഹല്ലേലൂയ.
ഒരു തിന്മ വരുമ്പോൾ അതിനെ നന്മ കൊണ്ട് നേരിടുകയാണ്. മനസ്സിലായോ? ഞങ്ങൾക്ക് മരിക്കേണ്ടി വന്നാൽ അപ്പോൾ വന്ന് നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ എറിയുമെന്ന് പറഞ്ഞു. ഏത് തീച്ചുളയിലും വേണമെങ്കിൽ എറിഞ്ഞോ, എന്നാലും ശരി ഈ തിന്മ ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. നീ പറഞ്ഞ ഈ തിന്മയെ ഞങ്ങൾ ആരാധിക്കില്ല. കണ്ടോ? മനസ്സിലായോ? നന്മ കൊണ്ട് നേടുന്നത് കണ്ടോ? എന്നുണ്ടായി? ഇവരെ തീച്ചുളയിലേക്ക് എറിഞ്ഞു. നമുക്ക് സംഭവം അറിയാം. ഈ തീച്ചുളി കിടന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹാലലിയ 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 പറഞ്ഞ് സ്തുതിക്കുക. തിന്മയെ നന്മ കൊണ്ട് നേടുക എന്ന് പറയുന്നത് ഇതാണ്. തിന്മ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, നന്ദി പറയുക, നന്മ കൊണ്ട് നേടുക. ജോബിന് എന്തുണ്ടായേ? ജോബിന് തിന്മ വന്നപ്പോൾ ശിരസ് മുതൽ പാദം വരെ ചൊറിയും ചരങ്ങും ആയിട്ട് എല്ലാ മക്കളൊക്കെ മരിച്ചുപോയി, ബിസിനസ്സൊക്കെ തകർന്നുപോയി. ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, ഇപ്പോഴും ദൈവത്തെ സ്തുതിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കി. അപ്പോൾ ജോബ് പറഞ്ഞു, ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ? ഈ തിന്മയെ അദ്ദേഹം നന്മ കൊണ്ട് നേടുകയാണ്. വലിയ തുടങ്ങി ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 6-ാം അധ്യായം ദാനിയേലിനെ സിംഹക്കുഴിയിലിടുകയാണ്. കാരണം എന്താ? ദാനിയേലിന് വലിയ പൊസിഷൻ കിട്ടി. ദാനിയേലിനെ രാജാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദാനിയേലിന് രാജാവ് സ്പെഷ്യൽ സ്ഥാനങ്ങൾ കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരും മറ്റ് തലവന്മാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല. അതിഭയങ്കര അത്ഭുതകരമായ ദൈവിക ചൈതന്യം ദാനിയേലിലുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റെല്ലാ തലവന്മാർക്കും പ്രധാന ദേശാധിപന്മാർക്കൊക്കെ ദാനിയേലിനോട് അസൂയ തോന്നാണ്. അസൂയ, ഭയങ്കര അസൂയ. അതിൻ്റെ പേരിൽ ദാനിയേലിനെ കൊടുക്കാൻ വേണ്ടി അവരൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ദാനിയേൽ അതിനെ അംഗീകരിച്ചില്ല. ദാനിയേൽ അത് സ്വീകരിച്ചില്ല, ആ കൽപ്പന സ്വീകരിച്ചില്ല. അതുമൂലം എന്തുണ്ടായി? ദാനിയേലിനെ അവർ സിംഹക്കുഴിയിലിടാൻ കൽപ്പിക്കുകയാണ്. മനസ്സിലായോ? ദാനിയേൽ എന്താ ചെയ്ത? ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ആ വാക്യം കൂടി ഒന്ന് വായിക്കട്ടെ. ദാനിയേൽ ഇപ്പോൾ ചെയ്ത കാര്യം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുക. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഈ വചനം ഒന്ന് എല്ലാവരും നേറ്റ് പറഞ്ഞേ. വലുതേറെ ഉയർത്തിപ്പിടിക്കുക. എന്നിട്ട് ഈ വചനം നേറ്റ് പറയുക. താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ? മനസ്സിലായോ? ദാനിയേൽ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അതായത് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം സ്ഥിരം ചെയ്തിരുന്ന പരിപാടിയാണ് എന്ത്? അദ്ദേഹം സ്ഥിരം ചെയ്തിരുന്നൊരു പരിപാടി എന്താണ്? അദ്ദേഹം എല്ലാ ദിവസവും എന്താ ചെയ്യാറ്? 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ 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 പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു, നന്ദി പറയുകയും ചെയ്തു. ഇതാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധി വരാൻ തുടങ്ങി. അദ്ദേഹത്തെ സിംഹക്കുഴിയിൽ ഇടാനായിട്ട് തീരുമാനമെടുത്തു, കൊല്ലാൻ തീരുമാനമെടുത്തു, എല്ലാം തീരുമാനമെടുത്തു. അപ്പോഴും അദ്ദേഹത്തിന് യാതൊരു കുലുക്കമില്ല. അവൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ ആ ജാലകത്തിൻ്റെ അടുത്ത്, ആ ജനലിൻ്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹം മുട്ടുകുത്തി. ദിവസേന ചെയ്യുന്ന കാര്യം അദ്ദേഹം എല്ലാ ദിവസവും ആവർത്തിക്കുന്ന കാര്യമാണ്. അത് ഈ പ്രതിസന്ധി വന്നപ്പോഴും ആവർത്തിക്കുകയാണ്. മുട്ടുകുത്തുക, 3 പ്രാവശ്യം ദിവസേന മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് നന്ദി പറയുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഉണ്ടായ സംഭവം നമുക്കറിയാം. സിംഹക്കുഴിയിലിട്ടു. സിംഹം ഒന്നും മിണ്ടാതെ സിംഹം അവിടെ കിടക്കുകയാണ്. പിറ്റേ ദിവസം കരഞ്ഞുകൊണ്ട് നമ്മുടെ രാജാവ് വരിക. രാജാവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദാനിയേലിന്. ഇവരിങ്ങനെ കുടുക്കിയതാണ്. ഓടി വന്ന് രാജാവ് അടപ്പ് തുറന്നു നോക്കി. ആ മൂടി വെച്ച കല്ലൊക്കെ മാറ്റി നോക്കി. എൻ്റെ പ്രിയപ്പെട്ട ദാസനായ ദാനിയേലെ, നീ അവിടെ ഉണ്ടോ? നോക്കിയപ്പോൾ സിംഹം അവിടെ വായ്പൂട്ടി കിടക്കുന്നുണ്ട്. ഇയാൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ടോ? മനസ്സിലായോ? പിന്നെ നമുക്ക് സംഭവം അറിയാം. ഈ ശത്രുക്കളെല്ലാം പിടിച്ചിട്ട് സിംഹക്കുഴിയിലിട്ടു. അവിടെ കണ്ടോ? സിംഹക്കുഴിയുടെ അടിയിലെത്തും മുമ്പേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി, അസ്ഥികൾ ഒടിച്ചു നുറുക്കി എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ചാടി എഴുന്നേറ്റ് നമ്മളൊന്ന് സ്തുതിക്കാൻ പോവുകയാണ് കേട്ടോ. ദാനിയേലിനെ പോലെ ശദ്രാക്ക്, മെശാക്ക്, അബദ്നേഗോ 3 യുവാക്കന്മാർ തീച്ചൂളയിലാണ് കേട്ടോ. ദിവസേന അദ്ദേഹം ഒരു ദിവസം പോലും മുടക്കാതെ 3 പ്രാവശ്യം മുട്ടുകുത്തി അദ്ദേഹം കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. എപ്പോൾ? അദ്ദേഹത്തിനൊരു തിന്മ വന്നപ്പോൾ. എപ്പോഴും തിന്മ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക, തിന്മ വരുമ്പോൾ ദൈവത്തെ ആരാധിക്കുക, മഹത്വപ്പെടുത്തുക. തിന്മ വരുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് നേടുക, തിന്മ വരുമ്പോൾ ആ തിന്മയെ ക്ഷമ കൊണ്ട് നേടുക, എളിമ കൊണ്ട് നേടുക, ശാന്തത കൊണ്ട് നേടുക, വിശ്വാസം കൊണ്ട് നേടുക. ഈ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിലെ തിന്മകളെയൊക്കെ നന്മ കൊണ്ട് നേടാൻ തീരുമാനമെടുത്തുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച്
പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ. തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മകളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നേരിടാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മകളെ വിശ്വാസം, സ്നേഹം, ക്ഷമ കൊണ്ട് നേരിടാൻ കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് നേരിടാൻ കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ തിന്മകളെ സ്തുതിച്ച് ആരാധിച്ച് നേരിടാൻ കൃപ തരണമേ. പ്രാർത്ഥന കൊണ്ട് നേരിടാൻ കൃപ തരണമേ. ബന്ധന പ്രാർത്ഥന ചൊല്ലി നേരിടാൻ കൃപ തരണമേ. ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തിന്മയെ നേരിടാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും അഴിഞ്ഞു പോട്ടെ. എല്ലാവരും സുധിച്ച് തിന്മകളോട്ട് സുധിക്കുക, തകർച്ചകളോട്ട് സുധിക്കുക, അപമാനങ്ങളോട്ട് സുധിക്കുക, നിന്ദനങ്ങളോട്ട് സുധിക്കുക, പരിഹാസങ്ങളോട്ട് സുധിക്കുക, പരാജയങ്ങളോട്ട് സുധിക്കുക, പ്രതികൂല സാഹചര്യങ്ങളോട്ട് സുധിക്കുക, താറടിക്കപ്പെടുന്ന അനുഭവങ്ങളോട്ട് സുധിക്കുക, രോഗങ്ങളോട്ട് സുധിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളോട്ട് സുധിക്കുക, കുടുംബ പ്രശ്നങ്ങളോട്ട് സുധിക്കുക, ഈറാമുട്ടി പ്രശ്നങ്ങളോട്ട് സുധിക്കുക, എല്ലാറ്റിനും പതി എല്ലായ്പ്പോഴും സുധിക്കുക. തിന്മയെ നന്മ കൊണ്ട് നേരിടാനുള്ള കൃപ ലഭിക്കട്ടെ. വിളിച്ച 3 പ്രാവശ്യം യേശുവേ, യേശുവേ, യേശുവേ. കരമടിച്ചുകൊണ്ട് കരം വീശിയടിച്ച് ഈശോയെ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ എന്നെ ഈശോയെ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ ശക്തി എന്നിൽ നിറയ്ക്കണമേ. ഈശോയെ എന്നെ കരങ്ങളുയർത്തിടിച്ചേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യണമേ. പണിമക്കളെ, തിരുരക്തത്താൽ കഴുകണമേ, തിരുഹിതമെന്നിൽ നിറവേറണേ, അശുദ്ധിയെല്ലാം നീക്കണമേ, അഭിഷേകം ചെയ്യ